മാഷ്, ആദരണീയനായ അപ്പുക്കുട്ടൻ മാഷ്, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട സഹോദരൻ മുരളി, ബഹുമാന്യരായ സുഹൃത്തുക്കൾ, മഹാഭാരതത്തിൻ്റെ ഒടുവിലെത്തുമ്പോൾ വ്യാസൻ്റേതായി ഒരു വലിയ വിലാപമുണ്ട്. ഊർധ്വബാഹുർവിരൗമേഷ്യ നച കശ്ചിൽ ശൃണോതി മാം എന്നാണ്. ഞാൻ ഇരു കൈകളും ഉയർത്തി വിലപിക്കുന്നു, ആരും ഇത് കേൾക്കുന്നില്ലല്ലോ എന്ന ഒരു വിലാപം. ഒരുപക്ഷെ ജയിച്ചൊരു യുദ്ധം അവസാനം എന്തായിത്തീരും എന്നതിൻ്റെ കഥയാണ് മഹാഭാരതം. എല്ലാ യുദ്ധങ്ങളും അന്തിമമായി എല്ലാവരെയും തോൽപ്പിക്കുന്നു എന്നാണ് മഹാഭാരതം പറയാൻ ശ്രമിച്ച ഒരു കാര്യം. അത് തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ടോ എന്ന ഖേദം വ്യാസനെ അലട്ടിയിരിക്കണം. നച കശ്ചിൽ ശൃണോതി മാം, ആരും ഇത് കേൾക്കുന്നില്ലല്ലോ. ചരിത്രത്തിൽ ഈ ഏകാന്തമായ ഇത്തരം വിലാപങ്ങൾ പലവട്ടം ആവർത്തിക്കുന്നത് നാം കേൾക്കുന്നുണ്ട്. അവസാന കാലത്ത് ഗാന്ധിജി ഒറ്റയ്ക്കായിരുന്നു. തൻ്റെ പ്രാർത്ഥനായോഗങ്ങളിലൊക്കെ അദ്ദേഹം ടാഗോറിൻ്റെ വളരെ പ്രസിദ്ധമായ 2 വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് യോഗം അവസാനിപ്പിക്കാറുള്ളത്. നിങ്ങൾ പറയുന്നത് ആരും കേൾക്കുന്നില്ലെങ്കിൽ തനിയെ നടക്കുക എന്നാണ്. അദ്ദേഹം തനിച്ചായിരുന്നു എന്ന് നമുക്കറിയാം. ഗുരുവിനും ഒരർത്ഥത്തിൽ ഇങ്ങനെ ഒരു ദുഃഖമുണ്ടായിരുന്നു. ജാതി നിർണയം എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിലെ വളരെ പ്രസിദ്ധമായ ആദ്യ ശ്ലോകത്തിൻ്റെ അവസാന വരി അങ്ങനെ ഒന്നാണ്. ഹാ തത്വം വേത്തി കോപിന, ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ. മനുഷ്യാണാം മനുഷ്യത്വം ജാതൃഗോത്രം ഗവാമ്യഥാം ന ബ്രാഹ്മണാതിരസൈവം ഹാ തത്വം വേത്തി കോപിന. മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി, പശുവിന് പശുത്വം പോലെ ബ്രാഹ്മണൻ മുതലായ ഒരു ഭേദവും നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഗുരു അവസാനിപ്പിക്കുന്നത് ഹാ തത്വം വേത്തി കോപിന, ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ. ഇങ്ങനെ അറിയപ്പെടാതെ പോകുന്ന ഒരു തത്വത്തെ ചൊല്ലിയുള്ള അവസാനിക്കാത്ത വിഷാദങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ നാം പല മട്ടിൽ കാണുന്നുണ്ട്. ഇന്ന് ഗുരുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ 1 നൂറ്റാണ്ട് മുമ്പ് ഗുരു തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഈ തത്വത്തെക്കുറിച്ച് വേദനാപൂർവം പറഞ്ഞത് എത്രയോ കൂടുതൽ സംഗതമായിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എമ്പാടും ഇവിടെ ആവർത്തിക്കുന്നുണ്ട്, എമ്പാടും ഉരുവിടുന്നുണ്ട്. കേരളം രൂപപ്പെട്ടത് ഗുരുവിൻ്റെ ബലത്തിലാണ് എന്ന് നിരന്തരം പറയുന്നുണ്ട്. എല്ലായിടത്തും ഗുരുവിൻ്റെ പ്രതിമകൾ, ആചാരങ്ങളൊക്കെ നരങ്ങേറുന്നുണ്ട്. പക്ഷേ ഗുരു ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച, ഗുരു അവതരിപ്പിക്കാൻ ശ്രമിച്ച ഗുരുവിൻ്റെ വലിയ ജീവിത ദർശനം ഏതാണ്ട് സമ്പൂർണമായി തിരസ്കരിക്കപ്പെട്ടു കഴിഞ്ഞ ഒരു കാലത്താണ് നാം നിൽക്കുന്നത്. ആ തിരസ്കാരത്തിൻ്റെ അവസാന പടിയിലാണ് ഗുരു ഒരു ഹിന്ദു മത നവോത്ഥാനത്തിൻ്റെ നേതാവായിരുന്നു എന്ന വാദത്തിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയിലെ ഹൈന്ദവ നവീകരണത്തിന് നേതൃത്വം നൽകിയ ഒരു കൂട്ടം ആളുകളിൽ പ്രധാനിയായ ഒരാളാണ് നാരായണ ഗുരു എന്ന വാദമായി ഇപ്പോൾ അവതരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഗുരുവിന് നൽകാവുന്ന, ഗുരുവിനോട് ചെയ്യാവുന്ന വലിയ നിന്ദകളിലൊന്നാണ്. ഗുരുവിനോട് ഒരുപാട് അപരാധങ്ങൾ ചെയ്താണ് നാം ഇതുവരെ എത്തിയത് എന്ന് നമുക്കറിയാം. ആ അപരാധങ്ങളുടെ പരമ്പരയിലെ അവസാനത്തെ ഒന്നായിട്ടാണ് അദ്ദേഹത്തെ ഒരു ഹിന്ദു സന്യാസിയായി അവതരിപ്പിച്ച്, അങ്ങനെ അവതരിപ്പിക്കുക മാത്രമല്ല അക്രമോത്സുകവും അന്യമത വിദ്വേഷത്തിൽ അധിഷ്ഠിതവുമായ മതവർഗീയതയുടെ പ്രചാരക വേഷത്തിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കാം എന്ന മട്ടിൽ ഇന്ന് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ, അത് ഈ ഗുരുനിന്ദയുടെ അവസാനത്തെ ആവിഷ്കാരങ്ങളിലൊന്നാണ്. ഗുരു എന്താണ് ചെയ്തത് എന്ന് ആലോചിക്കുമ്പോൾ വാസ്തവത്തിൽ എന്തായിരുന്നു നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ആഭ്യന്തര പ്രകൃതം എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്.
ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളീയ നവോത്ഥാനത്തിൻ്റെ ഒരു നായകസ്ഥാനമാണ് നാരായണ ഗുരുവിനുള്ളത്. ഈ നായകസ്ഥാനത്ത് നിലകൊള്ളുന്ന നാരായണ ഗുരു എങ്ങനെയാണ് ഇന്ത്യയുടെ നവോത്ഥാന പ്രക്രിയയുടെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ സവിശേഷമെന്നോ അനന്യമെന്നോ പറയാവുന്ന ഒരു സ്ഥാനത്ത് നിലകൊള്ളുന്നത് എന്ന് നാം ആദ്യം ആരായേണ്ടതുണ്ട്. കാരണം എങ്കിൽ മാത്രമാണ് ഗുരു മുമ്പോട്ട് വച്ച മതദർശനത്തിൻ്റെ, ഗുരുവിൻ്റെ ദൈവബോധത്തിൻ്റെ ഒക്കെ സവിശേഷമായ ഉള്ളടക്കത്തെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുകയുള്ളൂ. ഗുരുവിനൊരു മതമില്ലായിരുന്നു എന്നോ ഗുരുവിന് ദൈവബോധമില്ലായിരുന്നു എന്നോ നാം വാദിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഗുരു ഇത് രണ്ടും ഉള്ള ആളായിരുന്നു. അദ്ദേഹം മതദർശനമുള്ള ആളായിരുന്നു, ദൈവദർശനമുള്ള ആളായിരുന്നു. പക്ഷെ ആ മതദൈവ ദർശനങ്ങളുടെ അനന്യത അദ്ദേഹത്തെ മതത്തിൻ്റെ സാമ്പ്രദായികമോ ഔപചാരികമോ ആയ അതിർത്തികളിൽ നിന്ന് വളരെ ദൂരം മുമ്പോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ എന്നറിയുന്നതിന് അദ്ദേഹത്തെ തന്നെ കൂടുതൽ സൂക്ഷ്മമായിട്ട് നോക്കേണ്ടതുണ്ട്. ഒരർത്ഥത്തിൽ ഗുരുവിനെ കുറിച്ച് വളരെ മുമ്പ് അഴീക്കോട് മാഷ് എഴുതിയ ഒരു പുസ്തകത്തിന് അദ്ദേഹം നൽകിയ ശീർഷകം ഗുരുവിൻ്റെ ദുഃഖം എന്നാണ്. കാരണം ഗുരു നടത്തിയ ഇടപെടലുകൾ, പല തലങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതാവിഷ്കാരങ്ങൾ പലതായി മനസ്സിലാക്കപ്പെടുകയും ഒരുപക്ഷെ അവ തമ്മിലെല്ലാമുള്ള പരസ്പര ബന്ധത്തിനകത്തു വച്ച് ഗുരു തിരിച്ചറിയപ്പെടാതെ പോവുകയും ചെയ്തു എന്നതാണ് ഗുരുവിന് സംഭവിച്ച ഏറ്റവും വലിയ പരാധീനത, ഗുരുവിൻ്റെ പിൽക്കാലത്തിന് സംഭവിച്ച വലിയ പരാധീനത എന്ന് പറയാം. പലതായിട്ടാണ് മനസ്സിലാക്കപ്പെട്ടത്. സമുദായ പരിഷ്കർത്താവായി മനസ്സിലാക്കപ്പെട്ടു, നവീകരണത്തിൻ്റെ പ്രതിനിധിയായി മനസ്സിലാക്കപ്പെട്ടു, ആധുനികതയുടെ അവതാരകനായി മനസ്സിലാക്കപ്പെട്ടു. ഇങ്ങനെ പല നിലകളിൽ ഇവയെല്ലാം തമ്മിലുള്ള വിനിമയത്തിൻ്റെ ആകത്തുക എന്താണ് എന്ന് മിക്കവാറും ആലോചിക്കപ്പെട്ടതുമില്ല. അതുകൊണ്ട് ആ നിലയിലൊരു ആലോചന ഇന്ന് കൂടുതൽ സംഗതമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ത്യയുടെ നവോത്ഥാന ചരിത്രം എടുത്താൽ നവോത്ഥാനമെന്ന് നാം പറഞ്ഞു പോരുന്ന പ്രക്രിയയുടെ സ്വഭാവം എന്തായിരുന്നു? വാസ്തവത്തിൽ ഇന്ത്യയുടെ സാമൂഹ്യ ചരിത്രകാരന്മാർ ഇന്ത്യയിലെ നവോത്ഥാനത്തെ അങ്ങനെ വിളിക്കണമോ എന്നതിനെക്കുറിച്ച് വലിയ സംശയമുള്ളവരാണ്. പല പണ്ഡിതന്മാരും അതിനെ നവോത്ഥാനമെന്ന് വിളിക്കുന്നത് സംഗതമല്ല എന്ന് കരുതുന്നവരാണ്. കാരണം നാം നവോത്ഥാനമെന്ന് വിളിച്ചു പോരുന്നത് ഒരു ഭാഗത്ത് മതനവീകരണവും മറ്റൊരു ഭാഗത്ത് ജാതി നശീകരണവും ഇനിയൊരു ഭാഗത്ത് ആധുനികവൽക്കരണവും അതുമായി ബന്ധപ്പെട്ട നാനാതരം പ്രക്രിയകളുമാണ്. ഇതെല്ലാത്തിനെയും കൂടി കൂട്ടിച്ചേർത്ത് നവോത്ഥാനമെന്ന് പൊതുവായി പറഞ്ഞു പോരുന്നു എന്നല്ലാതെ പാശ്ചാത്യ ചരിത്രത്തിലെ നവോത്ഥാന പ്രക്രിയയ്ക്ക് സമാനമായ ഒന്നും ഇന്ത്യൻ അനുഭവത്തിലില്ല എന്ന വിമർശനം അല്ലെങ്കിൽ എന്ന വിശദീകരണം സംസ്കാര പഠിതാക്കൾ, സാമൂഹ്യ ചരിത്രകാരന്മാർ ഒക്കെ ഉയർത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നവോത്ഥാനമെന്ന് നാം വിളിക്കുന്ന പ്രക്രിയക്കകത്ത് പലപ്പോഴും മതപുനരുജ്ജീവനവാദപരമായ പല അംശങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. പുനരുജ്ജീവനത്തിൽ നിന്ന് ഒരു ചുവട് അകലം മാത്രമാണ് ഒരുപക്ഷെ നവോത്ഥാനമെന്ന് വിളിക്കുന്ന നമ്മുടെ പ്രക്രിയക്കുള്ളത് എന്ന് പല ചരിത്രകാരന്മാരും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കല്ല പോകുന്നത്. അതുകൊണ്ട് നവോത്ഥാനം എന്നത് നമുക്ക് ഒരൊറ്റ പ്രക്രിയയായി, ഏകശിലാത്മകമായ സാമാന്യമായ ഒന്നായി മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ന് ആദ്യമേ അറിയണം. അതിൽ ധാരാളം പ്രവണതകളുണ്ട്. അവ തമ്മിൽ ചിലപ്പോഴൊക്കെ നല്ല ചേർച്ചയുണ്ട്, ചിലപ്പോഴൊക്കെ നല്ല വൈരുദ്ധ്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തമ്മിലടഞ്ഞും തമ്മിലിണങ്ങിയും നിലകൊണ്ട നാനാതരം പ്രവർത്തനങ്ങളുടെ ആകത്തുകയായിട്ടാണ് നവോത്ഥാനം ഇന്ത്യയിൽ അരങ്ങേറിയത് എന്ന ധാരണയ്ക്കകത്ത് വച്ച് നമുക്ക് ഗുരുവിൻ്റെ നവോത്ഥാന സ്ഥാനം എന്തായിരുന്നു എന്ന ചോദ്യം ഉന്നയിക്കാൻ പറ്റും. ഇന്ത്യൻ നവോത്ഥാനത്തിലേക്ക് കടന്നാൽ അതിൻ്റെ ഒരറ്റത്ത് 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതലേ ബംഗാളിലൊക്കെ അരങ്ങേറിയ മതനവീകരണപരമായ ശ്രമങ്ങളെ കാണാൻ പറ്റും. ആധുനികമായ ഒരു മതമായി ഹിന്ദു മതത്തെ രൂപാന്തരപ്പെടുത്താനുള്ള, അതിന് പര്യാപ്തമായ മട്ടിൽ ജാതിയെ തേച്ചുമിനുക്കി പരിഷ്കരിക്കാനുള്ള
അങ്ങനെ ജാതി വൈരുദ്ധ്യങ്ങളില്ലാത്ത ഒരു സുഘടിത യുക്തിഭദ്ര മതമായി ഹിന്ദുമതത്തെ രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഒരു ധാര നവോത്ഥാനത്തിലുണ്ട്. ദയാനന്ദ സരസ്വതിയോ ഈശ്വരചന്ദ്ര വിദ്യാസാഗറോ രാജാറാം മോഹൻ റായിയോ ഒക്കെ ഏറെക്കുറെ പ്രവർത്തിക്കുന്നത് ഇത്തരം താല്പര്യങ്ങൾക്കകത്താണെന്ന് പറയാം. കേരളത്തിൽ നോക്കിയാൽ വേണമെങ്കിൽ ചട്ടമ്പി സ്വാമി പോലും അങ്ങനെ താല്പര്യങ്ങൾക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. അതൊരു തെറ്റൊന്നുമല്ല, മറിച്ച് ജാതി വൈരുദ്ധ്യങ്ങളും ആചാരപരമായ പ്രാകൃതത്വങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു മതം എന്നതിനും പകരം ആധുനികമായ യുക്തിബോധമുള്ള ആധുനികമായ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒന്നായിട്ട് ഹിന്ദുമതത്തെ മാറ്റുക. അതിന് പറ്റുന്ന മട്ടിൽ വിധവാ വിവാഹത്തെ കൊണ്ടുവരിക, ബാല്യവിവാഹത്തെ നിഷേധിക്കുക, ജാതി വൈരുദ്ധ്യങ്ങളെ കഴിയുന്നത്ര തുടച്ചു നിൽക്കുക, അയിത്തം അങ്ങനെയുള്ള ആചാരവിശേഷങ്ങൾ ഇല്ലാണ്ടാക്കുക, ഇങ്ങനെയുള്ള ശ്രമങ്ങൾ. ലളിതമായിട്ട് പറഞ്ഞാൽ ഹിന്ദുമത നവീകരണം എന്ന താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന താരതമ്യേന പുതിയതായി വികസിച്ചു വന്ന കൊളോണിയൽ മധ്യവർഗത്തിൻ്റെയും സവർണ ബ്രാഹ്മണ സമൂഹത്തിൻ്റെയും താല്പര്യങ്ങൾ കൂടിക്കലർന്ന് നിൽക്കുന്ന ഒരു പ്രവൃത്തി മണ്ഡലമാണ് ഈ ധാര. ഇങ്ങനെ ഒരു ധാര നവോത്ഥാനത്തിൻ്റെ അങ്ങേ തലപ്പാണ്. നവോത്ഥാനത്തെ നമ്മളൊരു സ്പെക്ട്രമായി സങ്കല്പിച്ചാൽ, ഒരു വർണ്ണരാജിയായിട്ട് സങ്കല്പിച്ചാൽ അതിൻ്റെ അങ്ങേ തലപ്പ് ഇതാണ്. തിരിച്ചിങ്ങേറ്റത്ത് വന്നാൽ മതനവീകരണപരമായ യാതൊരു താല്പര്യങ്ങളും ഇല്ലാത്ത, ദൈവദർശനപരമായ അന്വേഷണങ്ങൾ യാതൊന്നും പ്രത്യേകിച്ച് വച്ചു പുലർത്താത്ത, കണിശമായും ജാതി വിമർശനത്തിലും ജാതി നശീകരണത്തിലും അധിഷ്ഠിതമായ, അതിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരാധുനിക സമൂഹ രൂപീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ധാരാളം പ്രസ്ഥാനങ്ങളും പ്രവണതകളും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ മഹാരാഷ്ട്രയില് മഹാത്മാ ഫൂലെ, രാമസ്വാമി നായ്ക്കർ തമിഴ്നാട്ടില്, കേരളത്തിലാണെങ്കിൽ KP കറുപ്പനെയും അയ്യങ്കാളിയെയും KP വള്ളവനെയും ഒക്കെ പോലുള്ള ആളുകൾ, ഇവരെല്ലാം അടിസ്ഥാനപരമായി ശ്രമിക്കുന്നത് മതനവീകരണപരമായിട്ടല്ല. മതനവീകരണം എന്നത് അവരുടെ താല്പര്യവുമല്ല. ഒരു ഹിന്ദുമതത്തെ സംഘടിതമാക്കി ആധുനികമാക്കി സൃഷ്ടിക്കുക എന്നുള്ളത് അയ്യങ്കാളിയുടെ സ്വപ്നത്തിലില്ല, KP കറുപ്പന്റെ സ്വപ്നത്തിലില്ല, KP വള്ളവൻ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. മറിച്ച് ജാതി നശിക്കുക, ജാതിയെ ഇല്ലാണ്ടാക്കി ഒരാധുനിക സമൂഹമായി തങ്ങളുടെ സമുദായത്തെ മാറ്റുക, അതിന് പര്യാപ്തമായ വിധത്തിൽ സംഘടിപ്പിക്കുക. ഇതായിരുന്നു നമ്മുടെ ഈ മാതിരിയുള്ള ധാരാളം പ്രസ്ഥാനങ്ങളുടെ താല്പര്യം. ഇത് നവോത്ഥാനം എന്ന് വിളിക്കുന്നതിൻ്റെ ഇങ്ങേ തലപ്പാണ്. ജാതി നശീകരണപരവും ആധുനിക സമൂഹ രൂപീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതുമായ സംഘാടനങ്ങളും സംഘടിത പ്രവർത്തനങ്ങളും. ഈ രണ്ടറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഒരു ഭാഗത്ത് സവർണവും മതനവീകരണപരവും ദൈവവിചാരപരവുമായ ഒരു ധാരയാണെങ്കിൽ, ഇങ്ങേ മറുഭാഗത്ത് മത താല്പര്യങ്ങൾ ഏതുമില്ലാത്ത തികച്ചും ജാതി നശീകരണപരമായ ആധുനികമായൊരു സമൂഹ രൂപീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നവോത്ഥാനത്തിൻ്റെ കീഴാളധാര എന്ന് നാം പൊതുവെ പറയുന്ന പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇന്ത്യൻ നവോത്ഥാനത്തെ ആകമാനം ഇന്ന് ഹിന്ദുത്വവാദം ചെയ്യാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം നവോത്ഥാനത്തെ ആകമാനം ഹിന്ദുമത നവീകരണവുമായിട്ട് കൂട്ടിയിണക്കുക എന്നുള്ളതാണ്. ഇത് അങ്ങേയറ്റം അവാസ്തവമായ കാര്യമാണ്. അയ്യങ്കാളിക്കോ കറുപ്പൻ മാഷ്ക്കോ വള്ളോനോ അല്ലെങ്കിൽ പൊയ്കയിലപ്പച്ചനോ പാമ്പാടി ജോൺ ജോസഫിനോ ഒന്നും ഹിന്ദുമതം എന്നത് താല്പര്യ വിഷയമേ ആയിരുന്നില്ല. അവരുടെ ചർച്ചയിൽ ഒരിക്കലും ഹിന്ദുമതത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരാശയം വന്നിട്ടേ ഇല്ല. പക്ഷെ ഇന്ന് ഹിന്ദുത്വം ചെയ്യാൻ ശ്രമിക്കുന്നത് അങ്ങേ തലപ്പിലുള്ള ദയാനന്ദ സരസ്വതി മുതൽ ആര്യസമാജാണ് ശുദ്ധീകരണ പ്രസ്ഥാനം വഴി ഗർവാപസിക്ക് തുടക്കം കുറിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് ഹിന്ദു മതത്തിലേക്ക് ആളെ കൊണ്ടുവരിക എന്നതിന് ആദ്യത്തെ ചില വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നത് ആര്യസമാജാണ്. അങ്ങനെ ആര്യസമാജം മുതൽ കറുപ്പൻ മാഷ് വരെയോ KP വള്ളവൻ വരെയുള്ള എല്ലാവരും ഒത്തുചേർന്നുണ്ടാക്കിയ ഒരു നവോത്ഥാനമാണ്. ഒന്നാണ്
ഇന്ത്യൻ നവോത്ഥാനം അതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഹിന്ദു മതത്തിൻ്റെ രൂപപ്പെടുത്തലോ നവീകരണമോ ആണ് എന്ന അങ്ങേയറ്റം ചരിത്രവിരുദ്ധമായ ഒരാശയത്തെയാണ് ഇന്ന് ഹിന്ദുത്വവാദം ഏറ്റവും ശക്തമായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സൂക്ഷ്മമായിട്ട് നാം തിരിച്ചറിയേണ്ടതാണ്. ഇതിലേക്ക് അംബേദ്കർ അടക്കമുള്ള ആളുകളെ ഇതിൻ്റെ വക്താക്കളോ പ്രതിനിധികളോ ആക്കി മാറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുമത നവീകരണത്തിൻ്റെ ജാതിയുടെ വൈരുദ്ധ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഹിന്ദുമതത്തെ നവീകരിക്കാൻ ശ്രമിച്ച ഒരാളായിട്ട് അംബേദ്കറെ അവതരിപ്പിക്കുന്നു. വാസ്തവത്തിൽ അംബേദ്കർ എടുത്ത നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഗാന്ധി അംബേദ്കറും തമ്മിലുള്ള തർക്കത്തിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ജാതി ഹിന്ദു മതത്തിനകത്ത് വെച്ച് പരിഹരിക്കാമെന്നാണ് ഗാന്ധിജി കരുതിയത്. അംബേദ്കർ പറഞ്ഞത് ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ജാതിയാണ്, ജാതി ഇല്ലെങ്കിൽ പിന്നെ ഹിന്ദുമതമില്ല. അതുകൊണ്ട് ഹിന്ദുമതത്തിന് ജാതി പരിഹരിക്കാൻ പറ്റില്ല. ഹിന്ദുമതത്തിന്റെ ഭൗതിക അടിസ്ഥാനം ജാതിയാണ്. അതുകൊണ്ടാണ് ഞാനൊരു ഹിന്ദുവായിട്ട് ജനിച്ചെങ്കിലും ഞാനൊരു ഹിന്ദുവായിട്ട് മരിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് മാറിയത്. ബുദ്ധമതത്തെ ഹിന്ദുമതത്തിന്റെ ഭാഗമാക്കാൻ ദീർഘകാലമായി ശ്രമമുണ്ട്. ഇപ്പോൾ അത് സംഘടിതമായിട്ടുണ്ട്. അടുത്ത കൊല്ലം മുതൽ ബുദ്ധപൂർണിമ ആഘോഷിക്കാനായിട്ട് സംഘപരിവാർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ കഴിഞ്ഞ 1-2 ആഴ്ചയിലെ പത്രങ്ങളിൽ കാണാൻ പറ്റും. ബുദ്ധപൂർണിമ ആഘോഷിക്കാൻ ഇതിപ്പോൾ തുടങ്ങിയതല്ല കേട്ടോ. നിങ്ങൾ ഗീതഗോവിന്ദത്തിന്റെ ആരംഭ ശ്ലോകം വായിച്ചാൽ ദശാവതാരങ്ങളെ കുറിച്ച് പറയുമ്പോൾ കാരുണ്യമാതന്വതേ എന്ന് പറഞ്ഞ് ബുദ്ധനെ അന്ന് മുതലേ ഉൾപ്പെടുത്തുന്നുണ്ട്. വിഷ്ണുവിന്റെ 10 അവതാരങ്ങളിലൊന്നായിട്ട് ബുദ്ധനെ ഉൾച്ചേർക്കാനുള്ള ശ്രമം ഏതാണ്ട് 11-ാം നൂറ്റാണ്ട് 12-ാം നൂറ്റാണ്ട് മുതലുണ്ട്. പക്ഷെ അതൊരു സംഘടിത ശ്രമമാക്കി ഇപ്പം മാറ്റുകയാണ്. ഞാൻ പറഞ്ഞു വന്ന ആശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വളരെ കൃത്രിമമായ ഒരു ഹിന്ദു മത സങ്കല്പത്തെ, ചരിത്രത്തിൽ ഇല്ലാത്തൊരു ഹിന്ദു മതത്തെ ഉണ്ടാക്കിയെടുത്ത് അതിൻ്റെ നവീകരണമാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ആകമാനമായ കേന്ദ്ര ദൗത്യം എന്ന് സങ്കല്പിച്ച് പറഞ്ഞുറപ്പിച്ച് ആ കേന്ദ്ര ദൗത്യം പല രൂപത്തിൽ നിറവേറ്റിയ ആളുകളാണ് ദയാനന്ദ സരസ്വതി മുതൽ KP വള്ളോൻ വരെ അല്ലെങ്കിൽ അയ്യങ്കാളി വരെ എന്ന യുക്തിയാണ് ഇന്നിപ്പോ ഹിന്ദുത്വത്തിന്റെ വക്താക്കൾ കൊണ്ടു നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ ഹിന്ദു ഐക്യവേദി ഒട്ടിച്ച പോസ്റ്ററിൽ AKGയുടെ പടം വരെ ഉണ്ട്. വലിയ സമരം, വലിയ സത്യാഗ്രഹത്തിൽ AKG ഉണ്ട്, ഗുരുവായൂർ സമരത്തില് AKG ഉണ്ട്. അത് ഹിന്ദുമതത്തെ പരിഷ്കരിക്കലാണ്, ഹിന്ദുമതത്തിലെ ജാതി വൈരുദ്ധ്യങ്ങളെ പരിഷ്കരിക്കലാണ്. അതുകൊണ്ട് കൃഷ്ണപിള്ളയും AKGയും ഒക്കെ ഹിന്ദു നവോത്ഥാന നായകന്മാരായി മാറിത്തീരുന്ന ഒരു യുക്തിയെ പടിപടിയായി കെട്ടിപ്പടുത്തുകൊണ്ടാണ് ഇന്ന് ഹിന്ദുത്വ രാഷ്ട്രീയം അതിൻ്റെ പുതിയ ഒരു സാംസ്കാരിക അജണ്ട വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. വാസ്തവത്തിൽ എന്തായിരുന്നു നവോത്ഥാനം എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സവർണ ബ്രാഹ്മണിക മധ്യവർഗ താല്പര്യങ്ങൾ മുതൽ കീഴാള ജനതയുടെ ജാതി നശീകരണത്തിനായുള്ള മതപരമായ താല്പര്യങ്ങൾ ഏതുമില്ലാത്ത സംഘടിത ശ്രമങ്ങൾ വരെ ഒരു ഭാഗത്തും, കൊളോണിയൽ ഭരണത്തിന്റെ ഭാഗമായിട്ടുണ്ടായ പുതിയ കച്ചവടവും തോട്ടം കൃഷിയും പുതിയ വാണിജ്യ ബന്ധങ്ങളും സാമ്പത്തിക വിനിമയങ്ങളും അച്ചടിയുടെ വ്യാപനവും മുതൽ മിഷണറി പ്രവർത്തനങ്ങൾ വഴി ഉണ്ടായിട്ടുള്ള സാമൂഹ്യ നവീകരണവും വിദ്യാഭ്യാസ വ്യാപനവും വരെ മറുപുറത്തുമായി പടർന്നു കിടക്കുന്ന നാനാതരം പ്രക്രിയകളാണ്, നാനാതരം പ്രഭാവങ്ങളുടെ ആകത്തുകയാണ് നവോത്ഥാനം എന്ന വളരെ അവ്യക്തമായ ഒരു പദം കൊണ്ട് നാം വിശേഷിപ്പിച്ചു പോരുന്നത്. അതുകൊണ്ട് വളരെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങളുള്ള, ഒരുപാട് സങ്കീർണതകളുള്ള ഒരു പ്രക്രിയയെ സത്താപരമായി മതവൽക്കരിച്ച് അതിനെ ഹിന്ദുത്വത്തിന്റെ ആധാരശിലയാക്കുക എന്നതാണ് ഇന്ന് ഹിന്ദുത്വ രാഷ്ട്രീയം ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക അജണ്ട. ഈ അജണ്ടയിലേക്കാണ് നാരായണ ഗുരുവിനെ കൂട്ടിവിളക്കാനായിട്ട് ഇപ്പോൾ വലിയ തോതിലുള്ള ശ്രമം നടക്കുന്നത്. നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള മുഴുവൻ സമുദായങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു ഹിന്ദു സമൂഹത്തെ ഉണ്ടാക്കുകയും ആ സമൂഹ നിർമ്മിതിയുടെ കേന്ദ്രബിംബമായി നാരായണ ഗുരുവിനെ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ പ്രഖ്യാപിതമായ ലക്ഷ്യം. ഇവിടെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, വാസ്തവത്തിൽ എന്താണ് ഹിന്ദുമതം? അങ്ങനെ ഒന്നുണ്ടോ? ഈ മതം എന്ന് പറയുന്നത്, ഹിന്ദു എന്നുള്ള വാക്ക് 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യദശകങ്ങൾ വരെ മതപരമായ അർത്ഥസൂചനകളോടെ അല്ല ഉപയോഗിക്കുന്നത്. ഈ വാക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലേ, എന്താണ് ഈ ഹിന്ദു എന്ന് ചോദിച്ചാൽ പറഞ്ഞുകൂടാന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞത്. അറിഞ്ഞുകൂടെങ്കിൽ പിന്നെ എങ്ങനെ ഹിന്ദു മതം ഉണ്ടായി എന്ന് ചോദിച്ചാൽ വലിയ പ്രശ്നമാണ്. ഭൂരിപക്ഷ മതം ഹിന്ദു മതമാണെന്നാണ് പറയുന്നത്. ഇതെന്താണെന്നൊരു നിശ്ചയമില്ല.
ഇത് നിശ്ചയമില്ലാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിലുണ്ടായ ഒരു വാക്കല്ല, ഇന്ത്യയിലുണ്ടായ ഒരു ആശയമല്ല. ഇങ്ങനെ ഒരു മതധാരണ 19-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെ ഇല്ലതാനും. വാക്കുണ്ടായതറിയാലോ, പേർഷ്യൻ ഭാഷയിലുണ്ടായ വാക്കാണ് സിന്ധുക്കൾ. സിന്ധു തീരത്ത് പാർക്കുന്നവർ എന്ന നിലയിൽ സിന്ധുക്കൾ എന്ന് ഉപയോഗിച്ചിരുന്നത് പ്രാചീന പേർഷ്യനില് മാറ്റി ഉച്ചരിച്ചാണ് ഹിന്ദുക്കൾ എന്നായത്. പദത്തിന്റെ ആരംഭത്തിൽ വരുന്ന സകാരം ഹകാരമായിട്ടാണ് പ്രാചീന പേർഷ്യനിൽ ഉച്ചരിക്കുക. അങ്ങനെ ഉണ്ടായ വാക്കാണ് ഹിന്ദുക്കൾ. ആ നിലയിൽ ഇത് വലിയ പ്രചാരം നേടിയിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിലൊക്കെ തന്നെ ഇന്ത്യക്കാരെ സൂചിപ്പിക്കാൻ ഹിന്ദുക്കൾ എന്ന വാക്ക് സാമാന്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ മാർസ് 1853 ന്യൂയോർക്ക് ഡെയിലി ട്രിബ്യൂണിൽ എഴുതിയ ലേഖനങ്ങളിലൊക്കെ ഇന്ത്യക്കാർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് ഹിന്ദുക്കൾ എന്നാണ്. അദ്ദേഹം എഴുതുന്നുണ്ട്, ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഉണർന്നെഴുന്നേറ്റ് ബ്രിട്ടീഷ് മുഖം വലിച്ചെറിയുകയോ ബ്രിട്ടനിൽ തൊഴിലാളി വർഗം അധികാരത്തിലെത്തുകയോ ചെയ്യുന്നത് വരെ ഇന്ത്യൻ ജനതയ്ക്ക് യഥാർത്ഥത്തിൽ മോചനമില്ല എന്നെഴുതിയിട്ടുണ്ട്. പി പരമേശ്വരൻ പിന്നീട് പറഞ്ഞത് ഇന്ത്യ ഹിന്ദുക്കളുടേതാണെന്ന് മാർക്സ് വരെ സമ്മതിച്ചിട്ടുണ്ട്, എന്നിട്ട് മാർക്സിസ്റ്റുകാർ സമ്മതിക്കുന്നില്ല എന്നാണ്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പരമേശ്വരൻ പണ്ട്. ഇത് 19-ാം നൂറ്റാണ്ടിലൊക്കെ ഹിന്ദു എന്നുള്ള വാക്കിന് ഈ അർത്ഥമുള്ളൂ, ഇന്ത്യക്കാർ. പിന്നെ ഹിന്ദു ധർമ്മം എന്ന അവ്യക്തമായ ഒരു ആശയമായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്താണ് മതമായിട്ടുള്ളത്? മതമായിട്ടുള്ളത് വാസ്തവത്തിൽ ബ്രാഹ്മണ മതമാണ്. ഞാൻ ഈ കാര്യം പറയണത് എന്താ വെച്ചാൽ എങ്ങനെയാണ് ഇത് പിന്നീട് കൂട്ടിഘടിപ്പിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മതമായിട്ടുള്ളത് ബ്രാഹ്മണ മതമാണ്. യജ്ഞയാഗങ്ങളുള്ള, വർണ്ണധർമ്മമുള്ള, ജാതി വ്യവസ്ഥയുള്ള, പൗരോഹിത്യ അധികാരമുള്ള ബ്രാഹ്മണ മതമാണ് വേദകാലം മുതൽ പടിപടിയായി ഇന്ത്യയിൽ നിലനിന്നത്. ബുദ്ധമതം അതിനെ വലിയ തോതിൽ ക്ഷീണിപ്പിച്ചു. BC 4-ാം നൂറ്റാണ്ട് മുതൽ AD 4-5 നൂറ്റാണ്ടുകൾ വരെ ബുദ്ധമതത്തിന്റെ കഠിനമായ ആക്രമണം മൂലം വൈദിക മതം വളരെ ദുർബലായി. ആ ദുർബലമായ വൈദിക മതത്തെ ക്രിസ്തുവർഷം 5-ാം നൂറ്റാണ്ടോടെ പുനഃസംഘടിപ്പിച്ച് നവീകരിച്ചുകൊണ്ടാണ് പിന്നീട് ബ്രാഹ്മണ മതം വികസിച്ചു വന്നത്. ഈ ബ്രാഹ്മണ മതം ആണ് പിൽക്കാലത്ത്, ഈ ബ്രാഹ്മണ മതമാണ് മധ്യകാലത്തൊക്കെ നിലനിന്നതും 19-ാം നൂറ്റാണ്ടിലേക്ക് വികസിച്ചു വന്നതും. ഈ ബ്രാഹ്മണ മതത്തിന് പുറത്ത് ഈ ബ്രാഹ്മണ മതമാണ് ജാതി സങ്കല്പങ്ങളെ ഉറപ്പിച്ചത്. വർണ്ണധർമ്മത്തിൽ പെടാത്ത ജാതി വിഭാഗങ്ങളെ ചണ്ടാളന്മാർ എന്ന് പുറത്താക്കിയത് ഈ ബ്രാഹ്മണ മതമാണ്. ഈ ബ്രാഹ്മണ മതമാണ് യജ്ഞയാഗ പാരമ്പര്യങ്ങളിൽ അധിഷ്ഠിതമായ ദൈവസങ്കല്പത്തെ ഉറപ്പിച്ചത്. യാഗങ്ങളും പൗരോഹിത്യാധികാരവും ചേർന്നതാണ് ദൈവം. ഈ ബ്രാഹ്മണാധികാരത്തിനെതിരെയാണ് ഇന്ത്യാ ചരിത്രത്തിൽ സുപ്രധാനമായ ആദ്യഘട്ടത്തിൽ ബുദ്ധമതവും മധ്യകാലത്ത് ഭക്തി പ്രസ്ഥാനവും പടനയിച്ചത്, ആധുനിക ഘട്ടത്തിൽ നവോത്ഥാനവും. ഞാൻ പറഞ്ഞു വരുന്നത്, വൈദിക ബ്രാഹ്മണ മതത്തെ യജ്ഞയാഗ പാരമ്പര്യത്തിലും ജാതിയിലും ബ്രാഹ്മണാധിപത്യത്തിലും പൗരോഹിത്യാധികാരത്തിലും അധിഷ്ഠിതമായ ബ്രാഹ്മണ മതത്തിനെതിരെയാണ് ഇന്ത്യയിൽ നടന്ന സുപ്രധാനമായ 3 സാമൂഹ്യ മുന്നേറ്റങ്ങൾ. 1 ബുദ്ധന്റെ നേതൃത്വത്തിൽ വികസിച്ചു വന്നത്, 2 മധ്യകാലത്തെ ഭക്തി പ്രസ്ഥാനം, 3 19-ാം നൂറ്റാണ്ട് അവസാനവും 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭ പതിറ്റാണ്ടുകളിലും അരങ്ങേറിയ നവോത്ഥാനവും. ഇത് 3ഉം ബ്രാഹ്മണ മതത്തിനെതിരായ വമ്പിച്ച കലാപങ്ങളായിരുന്നു. 19-ാം നൂറ്റാണ്ട് അവസാനമായപ്പോ ബ്രാഹ്മണ മതം വേഷം മാറുകയും ഈ ബ്രാഹ്മണ മതം സ്വയം ഹിന്ദു മതം എന്ന നിലയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്തു. അതിനൊരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണപരിഷ്കാരങ്ങളാണ്. കോളനി ഭരണകൂടം ഇന്ത്യൻ ജനതയെയും പൊതു സംവിധാനങ്ങളെയും മതപരമായി ക്രമീകരിക്കാൻ തുടങ്ങിയപ്പോൾ ആ മതപരമായ ക്രമീകരണത്തിൽ ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിക്കേണ്ടി വന്നു. അപ്പോ ക്രിസ്ത്യാനികളുണ്ട്, സിഖുകാരുണ്ട്, മുസ്ലിങ്ങളുണ്ട്, പാഴ്സികളുണ്ട്, ഇങ്ങനെ നാനാതരം മതങ്ങളുണ്ട്. പിന്നെ ആയിരക്കണക്കിന് ജാതികളുണ്ട്. ആയിരക്കണക്കിന് ജാതികളേ ഉള്ളൂ. ഇത് ഏത് മതമാണ് എന്ന പ്രശ്നം വന്നു. അപ്പൊ ബ്രാഹ്മണർ ഹിന്ദുക്കളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ബ്രാഹ്മണർ ഹിന്ദുക്കളാണ് എന്ന് കരുതുകയും പിന്നെ ആരാണ് ബാക്കി ഹിന്ദു? ആദ്യം ഉണ്ടാക്കിയ മാനദണ്ഡം, കോളനി ഭരണകാലത്ത് ആദ്യം ഉണ്ടാക്കിയ മാനദണ്ഡങ്ങളിലൊന്ന് ബ്രാഹ്മണരോട് സഹവസിക്കാൻ കഴിയുന്നവരാണ് ഹിന്ദുക്കൾ എന്നാണ്. അങ്ങനെ വന്നപ്പോൾ ഹിന്ദുക്കൾ ഇല്ലാണ്ടായി. കാരണം ബ്രാഹ്മണരോടൊപ്പം ഭക്ഷണം കഴിക്കാനോ ക്ഷേത്രത്തിൽ കയറാനോ ഒരുമിച്ച് നടക്കാനോ ഒന്നും കഴിയാത്തവരാണല്ലോ ഇന്ന് ഹിന്ദുമതം എന്ന് വിളിക്കുന്നതിൽ 99%. അന്തരാള ജാതി ഒഴികെ ബാക്കി ആർക്കും കയറിക്കൂടല്ലോ. കേരളത്തിൽ ഇപ്പോൾ എഴുത്തച്ഛൻ എന്ന് പറയുന്നത് അമ്പലത്തിൽ കയറിക്കൂടാത്ത ചക്കാല നായരായിരുന്നു എന്നാണ് ഒരു കഥ. എന്ന് പറഞ്ഞ ഇപ്പൊ എഴുത്തച്ഛൻ സമാജം തല്ലാൻ വരും കേട്ടോ, അത് വേറെ കാര്യം. എഴുത്തച്ഛൻ സമാജം ഇങ്ങനെ പ്രസംഗിച്ചതിനാണ് തൃശ്ശൂർ KV ബേബിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്.
അത് പുതിയൊരു ജാതിബോധം. എന്തായാലും അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ മാനദണ്ഡം പറ്റില്ല എന്ന് വന്നപ്പോൾ, അതിനെതിരെ വലിയ വിമർശനങ്ങളും മറ്റും ഉയർന്നു വന്നപ്പോൾ പിന്നെ സ്വീകരിച്ചൊരു മാനദണ്ഡമാണ് പ്രത്യക്ഷമായി മറ്റു മതങ്ങളിൽ ഉൾപ്പെടാത്ത ജാതി വിഭാഗങ്ങളൊക്കെ ഹിന്ദു മതത്തിന്റെ ഭാഗമാണ് എന്ന് കരുതാൻ തുടങ്ങിയത്. ഇങ്ങനെ മറ്റു മതങ്ങളിൽ പെടാതെ നിൽക്കുന്ന ജാതി വിഭാഗങ്ങളെയൊക്കെ ഹിന്ദുക്കളായി പരിഗണിച്ചതിന്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷ് സെൻസസ് റിപ്പോർട്ടുകളിലും ഭരണരേഖകളിലുമൊക്കെ ഹിന്ദു എന്ന മതം പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത്. അങ്ങനെ ഹിന്ദു എന്നതൊരു മതരൂപം ആർജിക്കുകയും ഔദ്യോഗിക വ്യവഹാരങ്ങൾ വഴി അത് മതത്തിന്റെ പദവി നേടിക്കൊണ്ട് 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയോടെ ഒരു മതത്തിന്റെ ക്രമത്തിലേക്ക് പതിയെ പതിയെ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ വന്ന സമയത്ത് ബ്രാഹ്മണ മതം ഈ ഹിന്ദു മതം എന്ന പേര് സ്വയം സ്വീകരിച്ചുകൊണ്ട് അതിലുറച്ചുകൊണ്ട് ഹിന്ദു മതം എന്ന ആശയം വികസിച്ചു വന്നു. അതുകൊണ്ടാണ് ഇന്നും ഹിന്ദു മതം എന്ന് പുറമേക്ക് പറയാം എന്നല്ലാതെ നിങ്ങൾ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ജാതിയെ തന്നെയാണല്ലോ കാണുക. നിങ്ങൾ നോക്കിയാൽ മതം കാണില്ലല്ലോ. മതം പുറമെ ഇങ്ങനെ പറയാനുള്ളൊരു സാധനമാണ്. മതത്തിന്റെ ഉള്ളിലേക്കൊന്ന് നോക്കൂ, മതത്തിന്റെ ഉള്ളിലുള്ളത് ജാതിയാണ്. ഇതാണ് അംബേദ്കർ പറഞ്ഞ പ്രശ്നം. ഈ ജാതി പരിഹരിച്ചാൽ പിന്നെ ഈ ഹിന്ദുമതം നിൽക്കില്ല എന്ന് അദ്ദേഹം പറയുന്ന പ്രശ്നം ഇതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് ഹിന്ദുമതം എന്ന് പറയുന്നത് തന്നെ വിശാലാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മതമായി ചരിത്രത്തിൽ നിലനിന്നതല്ല. ഒരു ധർമ്മസംഹിത എന്ന നിലയിൽ ചില അവ്യക്തമായ ആശയങ്ങൾ നിലനിന്നിരുന്നു. ഉപനിഷത്തുകളെ കേന്ദ്രീകരിച്ചും ബ്രാഹ്മണങ്ങളെ കേന്ദ്രീകരിച്ചും വേദങ്ങളെ കേന്ദ്രീകരിച്ചും ഒക്കെ ഹിന്ദുധർമ്മം എന്ന ആശയം നിലനിന്നിരുന്നു. പക്ഷെ ഒരു മതരൂപം അത് ആർജിക്കുന്നത് കോളനി വാഴ്ചക്കാലത്തോടൊപ്പമാണ്. ഇത് മനസ്സിൽ വെച്ചിട്ട് ഗുരു എന്താണ് ചെയ്തത് എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട്. എന്താണ് ഗുരു ചെയ്തത്? ഗുരു ഗുരു എന്താണ് ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ ആദ്യമേ പറയട്ടെ, ഗുരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മതബോധമുള്ള ആളായിരുന്നു, ദൈവബോധമുള്ള ആളായിരുന്നു. ഗുരുവിന്റെ മതം എന്തായിരുന്നു? അല്ലെങ്കിൽ നവോത്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന ബ്രാഹ്മണ വിമർശനത്തിൽ, ബ്രാഹ്മണ മതത്തിനും വൈദികാചാരങ്ങൾക്കും എതിരായ വിമർശനത്തിൽ അടിയുറച്ച നമ്മുടെ നവോത്ഥാന പാരമ്പര്യം ഏത് മതത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ അവരുടെ മതബോധം എന്തായിരുന്നു എന്നാലോചിക്കുമ്പോൾ മതം എന്താണ്, മതം എങ്ങനെയാണ് നിൽക്കുന്നത് എന്നതിലേക്കൊരു ചെറിയ സൂചന വേണം. മതം എന്ന് പറയുന്നത് മതാധികാരികൾ പറയുന്നത് പോലെ ഏകമാനമായൊരു പ്രതിഭാസമല്ല. ഏകമാനമോ സത്താപരമോ ഏകശിലാത്മകമോ ആയ ഒന്നല്ല മതം. മതത്തിന് ധാരാളം ആന്തരിക ശാഖകളോ വൈരുദ്ധ്യങ്ങളോ ഉണ്ട്. ഇപ്പൊ മതത്തിന്റെ ഒരു തലം എല്ലാ മതങ്ങളും മുമ്പോട്ട് വയ്ക്കുന്ന അതിൻ്റെ ദാർശനികമെന്നോ അതിൻ്റെ ദൈവശാസ്ത്രപരം എന്നോ ഒക്കെ പറയാവുന്ന ചില മൂലതത്വങ്ങളാണ്. ഓരോ മതവും അതിൻ്റെ കാതലായി സംഗ്രഹിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. ഇപ്പൊ ക്രിസ്തുമതം സ്നേഹം എന്ന് പറയും. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക എന്ന് പറയും. നിന്നെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുന്നതിൽ എന്താണ് അർത്ഥം? അത് പാപികളും ചെയ്യുന്നില്ലയോ എന്ന് പറയും. അതൊരു മൂലദർശനാണ്, മതത്തിന്റെ ഒരു കാതലാണ്. ഈ മൂലതത്വമായി മതത്തെ ഉൾക്കൊള്ളുന്നവരുണ്ടോ? പ്രയാസമാണ്. മതജീവിതത്തിൽ ഇങ്ങനെ ഒരു മൂല്യമായി ഞാൻ പറയുക, ഒരു മൂലതത്വം അതൊരു മതത്തിനല്ല, എല്ലാ മതത്തിനും ഉണ്ട്. ഇപ്പൊ ക്രിസ്തുമതം സ്നേഹം എന്ന് പറയുമെങ്കിൽ ഇസ്ലാം സാഹോദര്യം എന്ന് പറയും. നീതി, സാമൂഹിക നീതിയും സാഹോദര്യവും. അല്ലെങ്കിൽ ബുദ്ധമതം കരുണ എന്ന് പറയും. അദ്വൈത വേദാന്ത ഹിന്ദുമതം ഏകത എന്ന് പറയും. ഇങ്ങനെ ഓരോ മതത്തിനും മൂലതത്വങ്ങളോ അടിസ്ഥാന മൂല്യങ്ങളോ ഉണ്ട്. ഈ മൂല്യങ്ങളുടെ ഒരു സവിശേഷത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നൈതികമായ, വളരെ ധാർമ്മികമായ, വളരെ കൂടുതൽ സാർവലൗകികമായ ഒരു ശക്തിയാണ്. ഇപ്പൊ സ്നേഹം എന്ന് പറയുന്ന ഒരു മൂല്യത്തിന് ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രസക്തി നഷ്ടപ്പെടില്ലല്ലോ. കരുണ എന്ന് പറയുന്നതിന്, സാഹോദര്യം എന്നതിന്, ഏകം, ഈ മൂല്യങ്ങൾ ഒരർത്ഥത്തിൽ സാർവലൗകികമോ സാർവകാലികമോ ആയ മൂല്യങ്ങളാണ്. അതുകൊണ്ടാണ് ആ മൂല്യങ്ങളിലൂടെ മതത്തെ ഉൾക്കൊള്ളുന്നവർക്ക് തങ്ങളുടെ മതത്തെ അതിവർത്തിക്കാനും മതാതീതം എന്ന് വിളിക്കാവുന്ന ഒരു അനുഭവമായി സ്വന്തം മതബോധത്തെ കൊണ്ടു നടക്കാനും പറ്റുന്നു. ഏകം എന്നതിനെ മതമായി കാണുകയാണെങ്കിൽ
പിന്നെ അപ്പുറത്താരുമില്ല, പിന്നെ ശത്രുവില്ലല്ലോ. ഗാന്ധിജി അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാനൊരു ഉത്തമനായ ഹിന്ദു ആയതുകൊണ്ട് ഞാനൊരു ഉത്തമനായ മുസൽമാനും ഉത്തമനായ ക്രിസ്ത്യാനിയും ഉത്തമനായ സിഖും ഉത്തമനായ പാഴ്സിയുമാണ് എന്ന്. അതുകൊണ്ടാണ് ഗോഡ്സെ വെടിവെച്ച് വന്നത്. കാരണം ഞാനൊരു ഉത്തമനായ ഹിന്ദു ആയിരിക്കുക വഴി ഞാനൊരു മുസൽമാൻ കൂടി ആയിരിക്കുന്നു എന്ന് പറയുന്ന മതാനുഭവത്തെ അതിൻ്റെ ആചാരപരമായ ഉള്ളടക്കമായിട്ടല്ല, അതിൻ്റെ സ്ഥാപന രൂപമായിട്ടല്ല, അതിൻ്റെ പൗരോഹിത്യ വ്യവസ്ഥയായിട്ടല്ല, മതാനുഭവത്തെ അതിൻ്റെ ധാർമ്മികമായ മൂല്യമായി, നൈതിക പ്രേരണയായി ഉൾക്കൊള്ളുക. ഇത് മതത്തിനകത്ത് നടക്കുന്നൊരു കാര്യമാണ്. പക്ഷെ വളരെ അപൂർവമായി. മതവിശ്വാസത്തിൽ മഹാഭൂരിപക്ഷവും ഇങ്ങനെയൊന്നുമല്ല. മതജീവിതം ഇങ്ങനെയല്ല. ഏതു മതത്തിന്റെ ചരിത്രം എടുത്താലും ആ മതം അതിൻ്റെ സ്വന്തം മൂല്യമായി നിലക്കൊണ്ടത് ചരിത്രത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും പ്രയാസമാണ്. ഇപ്പോ സ്നേഹമാണ് മതം എന്ന് പറഞ്ഞ ക്രിസ്ത്യാനിറ്റിയിൽ എന്താണ് സംഭവിച്ചത്? സ്നേഹമാണ് എന്ന് പറഞ്ഞ ക്രിസ്തുമതം തന്നെയാണ് കുരിശുയുദ്ധം നടത്തിയത്. സ്നേഹമാണ് എന്ന് പറഞ്ഞ ക്രിസ്തുമതം തന്നെയാണ് പിശാചിനി വേട്ടകൾ, ദുർമന്ത്രവാദിനികൾ എന്ന് പറഞ്ഞ സ്ത്രീകളെ ചുട്ടുവന്നത്, ഇൻക്വിസിഷൻസ് നടത്തിയത്, മതദ്രോഹ വിചാരണകൾ നടത്തിയത്. പോയി രണ്ടാം ലോക യുദ്ധകാലത്ത് ക്രിസ്തുമതത്തെ രക്ഷിക്കാനായി ദൈവം അയച്ച രക്ഷാപുരുഷനാണ് മുസോളിനി എന്ന് പറഞ്ഞത് വരെ സഭയാണ്. ശത്രുവിനെ സ്നേഹിക്കണം എന്നായിരുന്നു പ്രമാണം. ലക്ഷക്കണക്കിന് ആളുകളെ ഗ്യാസ് ചേമ്പറിൽ കൊന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ക്രിസ്തുമതത്തെ രക്ഷിക്കലാണ് എന്ന് മാർപ്പാപ്പയ്ക്ക് തോന്നി, പിയൂസ് 11. അതുകൊണ്ട് സഭയുടെ ജീവിതം സ്നേഹജീവിതാണെന്ന് കരുതിക്കൂടാ. ഒരിക്കലും ആയിട്ടില്ല എന്ന് ഞാൻ പറയണില്ല. ഇന്നിപ്പോ ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്യാൻ ശ്രമിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭയെന്ന് പറയുന്നത്, ക്രിസ്തുമതം എന്ന് പറയുന്നത് സഭയല്ല, ക്രിസ്തുമതം എന്ന് പറയുന്നത് സ്നേഹമാണ് എന്ന് വരുത്താൻ കഴിയുമോ എന്നതാണ്. വളരെ ലളിതാണ്. പിയൂസ് 11 മാർപ്പാപ്പയ്ക്ക് ക്രിസ്തുമതം സഭയായിരുന്നു, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ക്രിസ്തുമതം സ്നേഹമാണ്. ഇത് പുറമേക്ക് ഒരു ചെറിയ വ്യത്യാസമായിട്ട് തോന്നുമെങ്കിലും വാസ്തവത്തിൽ മതത്തിനകത്തുള്ള വമ്പിച്ച ആന്തരിക വൈരുദ്ധ്യമാണ് ഇത്. ഇതെല്ലാ മതങ്ങളിലും ഉണ്ട്, ഏറിയും കുറഞ്ഞു. ഇസ്ലാം എന്ന് പറഞ്ഞ് സാഹോദര്യത്തിന്റെ മതമാണല്ലോ. വിവേകാനന്ദൻ പറയുന്നുണ്ട്, ആധുനിക ഇന്ത്യ വേദാന്തത്തിന്റെ ഹൃദയവും ഇസ്ലാമിന്റെ ശരീരവുമുള്ള ഒരു രാഷ്ട്രമായി തീരണം. വിവേകാനന്ദൻ പറഞ്ഞൊരു കാര്യമാണ്. സാഹോദര്യം എന്ന ആശയത്തെ ഇതുപോലെ സാക്ഷാത്കരിച്ച മറ്റൊരു മതവും ലോകത്തിലില്ല എന്ന് ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം പറയും. പക്ഷെ ഈ ഇസ്ലാം ചരിത്രത്തിൽ സാഹോദര്യം മാത്രമായിട്ടല്ലല്ലോ നിലനിന്നത്. ഇന്നിപ്പോ ഇസ്ലാം എന്ന് പറഞ്ഞിട്ടാണല്ലോ IS നിൽക്കുന്നത്. അതുകൊണ്ടാണ് IS ഇസ്ലാം അല്ല എന്ന് പറയാൻ ഇസ്ലാമിനകത്ത് തന്നെ ആളുകൾ ശക്തിപ്പെട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സാഹോദര്യമല്ല, സാഹോദര്യം കൊണ്ടല്ലല്ലോ രാഷ്ട്ര കൈവെട്ടിക്കളയുന്നത്. അപ്പോ മതത്തിനൊക്കെ ഈ ആന്തരിക വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് മതജീവിതത്തിന്റെ ഒരു ഭാഗം അതിൻ്റെ ധാർമ്മികമായ ഒരു പ്രേരണാശക്തിയെയോ നൈതിക മൂല്യത്തെയോ മുൻനിർത്തിയാണെങ്കിൽ, മറുപുറത്ത് മതം ജീവിക്കുന്നത് അതിൻ്റെ അങ്ങേയറ്റം സ്ഥാപനപരവും യാഥാസ്ഥിതികവുമായ രൂപത്തിലാണ് എന്ന് പറയാം. ഈ രണ്ട് വിപരീത വിരുദ്ധ ദ്വന്ദ്വങ്ങൾ, വിപരീത ധ്രുവങ്ങൾക്കിടയിലാണ് മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരുടെയും മതജീവിതം. അത് മതത്തിൻ്റെ ധാർമ്മിക പ്രേരണകളാൽ ഒരു ഭാഗത്തും മതത്തിൻ്റെ സ്ഥാപന രൂപങ്ങളാൽ മറുഭാഗത്തും നിരന്തരം സമ്മർദ്ദത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. മഹാഭൂരിപക്ഷം സന്ദർഭങ്ങളിലും മതജീവിതം സ്ഥാപനപരമായ അധികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെടുകയും സ്ഥാപനപരമായ അധികാരങ്ങൾക്ക് കീഴ്പ്പെടുകയും ചെയ്തു. പക്ഷെ അപ്പോഴും കെട്ടടങ്ങാത്ത തീ പോലെ മതത്തിൻ്റെ ഈ ധാർമ്മികമായ ശക്തി ചിലപ്പോഴൊക്കെ പ്രവർത്തനക്ഷമത നേടുകയും, അങ്ങനെ പ്രവർത്തനക്ഷമത നേടുന്ന മതജീവിതം മതത്തിൻ്റെ ആചാരപരതയെ വെല്ലുവിളിച്ചുകൊണ്ട്, മതത്തെ തന്നെ പൊളിച്ചു പണിതുകൊണ്ട് ചരിത്രത്തിൽ പുതിയ രൂപങ്ങൾ ആർജിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഹിന്ദുമതം എന്ന് നാം വിളിക്കുന്ന ബ്രാഹ്മണ മതത്തിനകത്ത് ഇങ്ങനെ മതത്തിൻ്റെ ചില നൈതിക പ്രേരണകളെ മുൻനിർത്തി മതത്തിൻ്റെ സ്ഥാപന രൂപങ്ങളെ മറികടക്കാൻ ഇന്ത്യ ചരിത്രത്തിൽ നടന്ന വമ്പിച്ച രണ്ട് ശ്രമങ്ങളെയാണ് ആദ്യം നമ്മൾ ഭക്തി പ്രസ്ഥാനമെന്നും പിന്നീട് നവോത്ഥാനം എന്നും പറയുന്നത്. ഭക്തി പ്രസ്ഥാനം മുഖ്യമായും ചെയ്തത് ദൈവത്തിലേക്ക് നിങ്ങൾക്ക് ഒരു വഴിയേ ഉള്ളൂ, അത് ഭക്തിയാണ് എന്നാണ്.
അല്ലാതെ യജ്ഞയാഗങ്ങളും ബ്രാഹ്മണാധിപത്യവും ആ ബ്രാഹ്മണാധികാരത്തിന് കീഴ്പ്പെട്ട പൗരോഹിത്യവും ചേർന്നൊരുക്കുന്ന ഒരു വഴിയല്ല. നിഷ്കളങ്കമായ ഭക്തി, ആ ഭക്തിയാണ് ദൈവത്തിലേക്കുള്ള വഴി എന്ന് വരുന്നതോടെ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ പിന്നെ പൗരോഹിത്യത്തിൻ്റെയോ യജ്ഞയാഗ പാരമ്പര്യങ്ങളുടെയോ ഇടനിലകളില്ലാതാകുന്നു. അങ്ങനെ സാർവത്രികമായ ഒരു ദൈവാനുഭവത്തിൻ്റെ ആവിഷ്കാര സ്ഥാനം എന്ന നിലയിൽ ഭക്തിയെ പ്രകാശിപ്പിച്ചുകൊണ്ട്, ഭക്തിയെ സങ്കല്പിച്ചുകൊണ്ട്, ഈ ഭക്തിയെ പ്രകാശിപ്പിക്കുന്നതിനുള്ള ഉപകരണമായി, ഉപാധിയായി നാമസങ്കീർത്തനത്തെ ആവിഷ്കരിച്ചുകൊണ്ട് ഭക്തി പ്രസ്ഥാനം വികസിച്ചു വന്നു. അങ്ങനെയാണ് നാമസങ്കീർത്തനം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പ്രവണതയായി തീർന്നത്. അത് യജ്ഞയാഗ പാരമ്പര്യത്തിൽ ബ്രാഹ്മണാധികാരം പിടിയിലൊതുക്കിയ ദൈവത്തെ, ദൈവാനുഭവത്തെ, മോക്ഷത്തെ മുഴുവൻ മനുഷ്യരിലേക്കും എത്തിക്കുന്നതിനുള്ള ഏറ്റവും നിഷ്കളങ്കവും നിരുപാധികവുമായ ഒരു ഉപാധിയായി വിന്യസിക്കപ്പെട്ട ഒന്നാണ് നാമസങ്കീർത്തനം. അതുകൊണ്ടാണ് ഭക്തിപ്രസ്ഥാന കവികളൊക്കെ തന്നെ, ഭക്തിപ്രസ്ഥാന നായകരൊക്കെ കവികളായി തീർന്നത്. അവരുടെ കവിതകളൊക്കെ ലക്ഷോപലക്ഷം മനുഷ്യർ സന്ധ്യാനാമങ്ങളായും കീർത്തനങ്ങളായും ആലപിച്ച് പോന്നത്. പൗരോഹിത്യാധികാരം പരമപരിശുദ്ധിയോടെ, അത്യന്തമായ ക്രമീകരണങ്ങളോടെ, അക്ഷരം തെറ്റാതെ, ഉച്ചാരണം തെറ്റാതെ ചൊല്ലിപ്പടിച്ച വേദങ്ങളല്ല, വേദമന്ത്രമല്ല, നാടോടിയായ മനുഷ്യർ തങ്ങളുടെ ഈണത്തിലും താളത്തിലും പാടിക്കൊണ്ടേയിരുന്ന അനവധിയായ പ്രാർത്ഥനകൾ, കീർത്തനങ്ങളാണ് ഭക്തിപ്രസ്ഥാനം. ഭക്തിയുടെ കവിത, ഭക്തിപ്രസ്ഥാനത്തിലെ കവിതയും വേദമന്ത്രവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. വേദം ഉരുവിടാൻ ആർക്കാണ് അധികാരം? വേദം ഉരുവിടാൻ ഓത്തുള്ള നമ്പൂതിരിക്ക് അവകാശം. അങ്ങനെ ഒത്തധികാരമുള്ള, അതായത് വേദം എന്ന് പറയുന്നത് തന്നെ ബ്രാഹ്മണാധികാരത്തിന്റെ ഒരു പരമവിശിഷ്ട കേന്ദ്രമാണ്. മറിച്ച് ഭക്തി കവിത എന്ന് പറയുന്നത്, നാമസങ്കീർത്തനം എന്ന് പറയുന്നത് സമസ്ത മനുഷ്യരിലേക്കും, അതാണ് ഒരു അലക്കുകാരനിലേക്ക്, ഒരു ചെരുപ്പൂത്തിയിലേക്ക്, ഒരു ചണ്ടാളനിലേക്ക് ഒക്കെ ചെന്നു ഭക്തി. സരളദാസനായും നാമദേവനായും തുക്കാറാമായും ഭക്തമീരയായും അനേകം കവികൾ, അവർക്ക് ലക്ഷോപലക്ഷം അനുയായികൾ, അവരുടെ ദൈവാനുഭവത്തിന്റെ ആവിഷ്കാരണത്തിന് ഒറ്റ വഴി, അത് നാമസങ്കീർത്തനം. ഇങ്ങനെ ദൈവത്തെ മതാധികാരത്തിന്, ബ്രാഹ്മണ പൗരോഹിത്യത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ചരിത്രത്തിൽ നടന്ന വലിയ ശ്രമങ്ങളിലൊന്നായിരുന്നു ഭക്തിപ്രസ്ഥാനം. ഇതിന്റെ മറ്റൊരു ദശയിലാണ് നമ്മൾ നവോത്ഥാനത്തെ കാണുന്നത്. നവോത്ഥാനം നാരായണ ഗുരുവിലേക്ക് വന്നാൽ ഗുരു എന്താണ് ചെയ്തത്? വിവേകാനന്ദൻ എന്താണ് ചെയ്യാൻ ശ്രമിച്ചത്? ഗുരു ചെയ്ത അതേ അളവിൽ വിവേകാനന്ദൻ അത് ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ താല്പര്യങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ട്. ഇവർ ചെയ്യാൻ ശ്രമിച്ചത് ലളിതമായി പറഞ്ഞാൽ ഒറ്റ കാര്യമാണ്. വൈദിക ബ്രാഹ്മണ മതം, ആ ബ്രാഹ്മണ മതം തങ്ങളുടെ ദർശന സംഹിതയായി അവതരിപ്പിച്ചിരുന്ന, എന്നാൽ ഒരിക്കൽ പോലും ആചരിച്ചിട്ടില്ലാത്ത അദ്വൈതത്തെ മതാജീവിതത്തിന്റെ, മതാനുഭവത്തിന്റെ അടിസ്ഥാനമാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. സത്യവ്രതസ്വാമികള് നാരായണഗുരുവിന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. ആലുവ അദ്വൈതാശ്രമത്തിൽ സന്യാസി സംഘത്തിലെ ഒന്നാമത്തെ ശിഷ്യനായിട്ട് വന്നത് സത്യവ്രതസ്വാമികളാണ്. സത്യവ്രതനെ കുറിച്ച് ഗുരു പറഞ്ഞത്, സത്യവ്രതന് ജാതി പോയിടത്തോളം എനിക്ക് പോലും ജാതി പോയിട്ടില്ല, ബുദ്ധൻ പോലും സത്യവ്രതന് താഴെയാണ് എന്ന് ഗുരു പറയുന്നുണ്ട്. ആ സത്യവ്രതസ്വാമികള് നാരായണ ഗുരുവിൻ്റെയും ശങ്കരാചാര്യരുടെയും അദ്വൈത വാദത്തെക്കുറിച്ച് പറയുമ്പോൾ, അദ്വൈതത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു വാക്യം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയണത്, ഗുരു അദ്വൈതിയായിരുന്നു, ശങ്കരൻ അദ്വൈതവാദിയായിരുന്നു. ചെറിയ വ്യത്യാസമാണ്, പക്ഷെ ഭയങ്കരമായ വ്യത്യാസമാണ് കേട്ടോ. അദ്വൈതവാദം അദ്വൈതത്തെ ഒരു താർക്കിക പദ്ധതിയായി നിർത്തും. ശങ്കരനാണ് അദ്വൈതം ഉറപ്പിച്ചത്. ഇന്ത്യൻ ദർശനം മുഴുവൻ അദ്വൈതാധിഷ്ഠിതമാണ് എന്ന് പറഞ്ഞ് ഉപനിഷത്തുകളെയും ദശോപനിഷത്തുകളെയും ഭഗവത്ഗീതയെയും ബ്രഹ്മസൂത്രത്തെയും വ്യാഖ്യാനിച്ച് പ്രസ്ഥാനത്രയങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെ ഇന്ത്യൻ ദർശനത്തെ അദ്വൈതമാക്കി തീർത്തത് ശങ്കരനാണ്. ഭയങ്കരമായ ബുദ്ധിയായിരുന്നു. വിവേകാനന്ദൻ പറയുന്നുണ്ട്, ശങ്കരനെ നോക്കൂ, എന്തൊരു ബുദ്ധിയാണ്, എന്തൊരു പാണ്ഡിത്യമാണ്, എന്തൊരു തർക്കശേഷിയാണ്, പക്ഷെ കാരുണ്യമില്ല. വിവേകാനന്ദന്റെ വാക്കാണ്, കാരുണ്യമില്ല. ബുദ്ധനെ നോക്കൂ, കരുണയുടെ എന്തൊരു പ്രവാഹമാണ്.
ഗുരു അവസാന കാലത്തേക്ക് എത്തുമ്പോൾ ദൈവത്തെ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുരുവിൻ്റെ ഒരു കൃതിയുടെ ശീർഷകം നിങ്ങൾ ഓർക്കേണ്ടതാണ്, അനുകമ്പാ ദശകം. എന്താണ് ദൈവം? അനുകമ്പാ ദശകം. അതിൽ ആദ്യത്തെ ശ്ലോകം, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകൊള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും എന്നാണ്. ഒരു പീഡ എറുമ്പിനും വരുത്തരുത്. ആദ്യം അതാണ്, ആദ്യ അനുകമ്പയാണ്. പിന്നെയാണ് ദൈവമേ നിന്നെ വിട്ടാത്ത ഒരു മനസ്സും, കരുണാകര നൽകുക ഉള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും, നിന്നെ വിട്ടുപോകാത്തൊരു മനസ്സ് വേണം എന്നുള്ളതിന് മുമ്പ് ഗുരു പറഞ്ഞത് ഒരു പീഡ എറുമ്പിനും നൽകരുത്. ഈ അനുകമ്പയാണ്. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ ഇത് വളരെ വിപുലമായ ഒരാശയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യയിലെ ഭക്തിപ്രസ്ഥാന പാരമ്പര്യം വികസിപ്പിച്ചെടുത്ത ദൈവസങ്കല്പത്തിന്റെ കാതൽ ഈ കരുണയും സൗഭാത്രവും ഈ അനുകമ്പയുമാണ്. അല്ലാതെ ബലിഷ്ഠരായ അതിപ്രതാപികളായ നായകന്മാരൊന്നുമല്ല. നിങ്ങൾ ഭക്തിപ്രസ്ഥാനം മുതലുള്ള ആളുകളെ നോക്കൂ, അവരൊന്നും വലിയ ബലശാലികളല്ല. കബീർ, നാമദേവൻ, തുക്കാറാം, അവരൊന്നും മഹാബലിഷ്ഠരല്ല. അല്ലെങ്കിൽ പിന്നെ നോക്കുമ്പോൾ 19-ാം നൂറ്റാണ്ടിൽ നോക്കുമ്പോൾ പരമഹംസര്, രമണ മഹർഷി, നാരായണ ഗുരു, ഇവരൊന്നും ബലത്തിന്റെ നേതാക്കളല്ല. ഇവരൊന്നും ബലമുള്ളൊരു മതത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഹിന്ദുത്വം ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന മതമുണ്ടല്ലോ, ഈ മതം ഹിന്ദു മതത്തിന്റെ ഈ നൈതികധാരക്കെതിരാണ്. കാരണം ഈ നൈതികധാര ബലത്തിന്റെ മതമായിട്ടല്ല, അനുകമ്പയുടെ, സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, സൗഭാത്രത്തിന്റെ, ചേർത്ത് നിർത്തലിന്റെ. ഗുരു അതായിരുന്നു, ചേർത്ത് നിർത്തലാണ്. നടരാജഗുരു പറയുന്നൊരു കാര്യമുണ്ട്. ഗുരു സിലോണിലേക്ക് പോകുമ്പോൾ കപ്പലില് കാറ്റടിച്ച് കപ്പലിളകി, വല്ലാതെ കപ്പൽ ഒലഞ്ഞു. ആളുകളൊക്കെ പരിഭ്രമിച്ചു. കുറച്ച് കഴിഞ്ഞ് കടൽ ശാന്തായി കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകൾ വന്നു ഗുരുവിനോട് പറഞ്ഞു, കുറെ പേര് വന്നു പറഞ്ഞു, ഞങ്ങൾ വല്ലാതെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, നാമും ഭയപ്പെട്ടു. ഗുരു കപ്പലിലുണ്ട് സിലോണിലേക്ക് പോകുന്നത്. നാമും ഭയപ്പെട്ടു. മറ്റൊരു കൂട്ടർ വന്ന് ഗുരുവിനോട് പറഞ്ഞു, ഞങ്ങൾ ഒട്ടും പേടിച്ചില്ല. ഗുരു പറഞ്ഞു, നാമും ഭയപ്പെട്ടില്ല. അപ്പൊ നടരാജഗുരു ചോദിച്ചു, ഇതെന്തെങ്ങനെ മാറ്റി മാറ്റി പറയുന്നത്? അപ്പൊ ഗുരു പറയുന്നൊരു കാര്യം, അവരോട് ചേർന്ന് നിൽക്കലാണല്ലോ പ്രധാനം. അവരോട് ചേർന്ന് നിൽക്കലാണ്. കാറ്റടിച്ച് കപ്പലിളകുമ്പോ കപ്പൽ മുങ്ങിപ്പോകുന്ന ആളുകൾ പേടിക്കും. അതിൽ വലിയ അപരാധമൊന്നുമില്ല. അങ്ങനെ പേടിച്ച ആളുകളോട് അങ്ങനെ പേടിച്ചുകൂടാ. ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അവരോട് ചേർന്ന് നിൽക്കുക. പേടിക്കാത്തവരുണ്ട്, അവരോടും ചേർന്ന് നിൽക്കുക. പേടിച്ചതാണോ പേടിക്കാത്തതാണോ ശരി, മനുഷ്യപ്രകൃതത്തിൽ ഇതൊക്കെ ഉണ്ട്. ചേർന്ന് നിൽക്കലാണ് പ്രധാനം. അനുകമ്പയാണ്, ചേർന്ന് നിൽക്കലാണ്. ഈ ചേർന്ന് നിൽക്കലായിരുന്നു ഗുരു. ഇതൊന്നും ഹിന്ദുത്വത്തിന് മനസ്സിലാവില്ല. ഹിന്ദുത്വം ഈ ശക്തിയുടെ മതമായിട്ട്, ഈ കൈക്കരുത്തിന്റെയും ആയുധബലത്തിന്റെയും മതമായിട്ട് ഹിന്ദുത്വത്തെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഗുരു അതേ ആയിരുന്നില്ല. പരമഹംസർ അതായിരുന്നില്ല, രമണ മഹർഷി അതായിരുന്നില്ല, ഭക്തി പ്രസ്ഥാനം അതായിരുന്നില്ല. ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ ഇതില്ല. ബുദ്ധനിതല്ല. ഇത് ഹിന്ദുമതം എന്ന് വിളിക്കുന്ന ആചാര പാരമ്പര്യത്തിലോ പൂർവ്വ സന്ദർഭത്തിലോ അല്ല ഇതിന്റെ പേര്. ഇത് ഫാഷിസത്തിൽ നിന്ന് കണ്ടെത്തിയതാ. അത് ഞാൻ പിന്നാലെ പറയാം. അതുകൊണ്ട് ഗുരു ചെയ്യാൻ ശ്രമിച്ചത് എന്താണ്? വിവേകാനന്ദൻ അത് കൃത്യമായി പറയുന്നുണ്ട്. വിവേകാനന്ദൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേദാന്തം വേണ്ടത്ര ഉണ്ട്, നിങ്ങൾക്ക് പ്രായോഗിക വേദാന്തം ഇല്ല. എന്താണ്? രണ്ടില്ല എന്ന് പറയുക, എല്ലാം ഒന്നാണെന്ന് പറയുക. രണ്ടില്ല എന്ന് പറയുക, 2000 തരമായിട്ട് ജീവിക്കുക. നിങ്ങൾ ജാതി കൊണ്ട് കിടക്കുന്നു. അദ്വൈത അനുഭവമായ പിന്നെ ജാതി ഇല്ല. അദ്വൈതം ഉണ്ടെങ്കിൽ ജാതി ഇല്ല, ജാതി ഉണ്ടെങ്കിൽ അദ്വൈതം ഇല്ല. കാര്യം വളരെ ലളിതാണ്. കാരണം സമൂഹത്തെ, ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ മനുഷ്യ സമൂഹത്തെ വിഭജിക്കുന്നതിന് രൂപപ്പെട്ട ഏറ്റവും പൈശാചികമായ സംവിധാനത്തിന്റെ പേരാണല്ലോ ജാതി. അതിനേക്കാൾ കണിശവും കർക്കശവും പൈശാചികവുമായ ഒരു സാമൂഹ്യ വിഭജന യുക്തി ഇല്ല. അത് ഏറ്റവും കർക്കശമായി കണ്ട സ്ഥലമായതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം ഇതൊരു ഭ്രാന്താലയാണെന്ന് പറഞ്ഞു. അപ്പോ അതുകൊണ്ട് അദ്വൈത അനുഭവം നിങ്ങൾക്കുണ്ടോ? അത് അദ്വൈതം ഒരു തർക്കബുദ്ധിയാണോ? ശങ്കരൻ അദ്വൈതം വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ബ്രഹ്മസൂത്രത്തിന് വ്യാഖ്യാനം എഴുതിയപ്പോ
അപശൂദ്രാധികരണം വിശദീകരിച്ച അപശൂദ്രാധികരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൂദ്രന് അക്ഷരജ്ഞാനത്തിന് അർഹതയില്ല എന്ന് പറയുന്ന ഭാഗം, ശൂദ്രവക്ഷര സംയുക്തം ദൂരതപരിവർജയേൽ എന്ന് പറയുന്ന ഭാഗം, ഇത് വ്യാഖ്യാനിച്ച സമയത്ത് ശങ്കരൻ വലിയ അദ്വൈതവാദിയായിരുന്നെങ്കിലും ശങ്കരൻ അത് വേദപ്രമാണമാണ്, വേദം അതിനെ അനുവദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ജാതിക്ക് വേണ്ടി വാദിക്കുക ചെയ്തത്. വിവേകാനന്ദൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്ക് അദ്വൈതമുണ്ട്, നിങ്ങൾക്ക് പക്ഷെ പ്രവൃത്തിയില്ല, അദ്വൈത അനുഭവമില്ല. അദ്വൈത അനുഭവം ബ്രാഹ്മണ മതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ബ്രാഹ്മണ മതം ഒരു സ്ഥാപന സംവിധാനം എന്ന നിലക്ക് ഉപനിഷത്തുക്കളെ കുറിച്ചും അതിൽ അദ്വൈത ദർശനത്തെക്കുറിച്ചും ഏറിയും കുറഞ്ഞും അവരോടെ പറഞ്ഞു എന്നല്ലാതെ അദ്വൈതത്തെ മതാനുഭവത്തിന്റെ കാതലായി മാറ്റാൻ ഒരിക്കൽ പോലും ബ്രാഹ്മണ മതം ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ജാതി ബ്രാഹ്മണ മതത്തിന്റെ പ്രശ്നമായിരുന്നില്ല. ഗുരുവിന്റെ താല്പര്യം, ഗുരുവിന്റെ മതം, അല്ലെങ്കിൽ ഗുരു ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച മതം, വിവേകാനന്ദൻ വലിയൊരളവോളം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച മതം, ഗുരുവിന്റെ അളവിൽ ഞാൻ പറയുന്നില്ല, അത് ഈ അദ്വൈതം എന്ന് പറയുന്നതിനെ, രണ്ടില്ല എന്നതിനെ ഒരു തത്വമായിട്ടല്ല, ഒരു പ്രയോഗമായിട്ട്, ഒരനുഭവസ്ഥാനമായിട്ട്, രണ്ടില്ല എന്നതൊരു തത്വമായിട്ടല്ല പ്രയോഗമായി അനുഭവസ്ഥാനമായി ഏകമായി വരികയാണെങ്കിൽ, ആ ഏകമാണ് നിങ്ങളുടെ മതാനുഭവമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്താണ് പുറത്തൊരു മതം? നിങ്ങൾക്ക് എങ്ങനെയാണ് പുറത്തൊരു മതം ഉണ്ടാവുക? ഒന്നല്ലേ ഉള്ളൂ. ഗാന്ധി അതാ പറഞ്ഞ, ഞാനൊരു ഹിന്ദു ആയതുകൊണ്ട് ഞാനൊരു മുസൽമാനുമാണ്, ഉത്തമനായ ഹിന്ദു ആയതുകൊണ്ട് ഞാനൊരു ഉത്തമനായ മുസൽമാനും ഉത്തമനായ സിഖും പാഴ്സിയും ആണ്. രണ്ടില്ല. ഗാന്ധിജി മതത്തിൽ അത് കണ്ടത്, ഗുരു ജാതിയിലും കണ്ടു. ഗാന്ധിയേക്കാൾ ആ കാര്യത്തിൽ സൂക്ഷ്മതയുള്ളത് ഗുരുവിനാണ്. കാരണം ജാതിയാണ് ഇവിടെ ഉള്ളത്. മതവും പക്ഷെ അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ ഒന്ന് തന്നെയാണ്. ഗുരുവിന്റെ മതദർശനം എന്താണ് എന്ന് കാണണമെങ്കിൽ, ഇപ്പൊ ഗുരു ഹിന്ദു മതത്തിൽപ്പെട്ട ആളാണോ? ഞാൻ അദ്ദേഹത്തിന്റെ തന്നെ 2-3 വിശദീകരണങ്ങൾ കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ കാതലിലേക്ക് വരാം. 1916 ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്ന് ഗുരു ഒരു വിളംബരം പുറപ്പെടുവിച്ചു. 1916 ജൂൺ, കൊല്ലവർഷം 1091 ഇടവം. ഗുരു അതിൽ പറഞ്ഞു, നാം കഴിഞ്ഞ ഏതാനും സംവത്സരങ്ങളായി ജാതിയും മതവും വിട്ടിരിക്കുന്നു. വാസ്തവം ഇതാണെങ്കിലും ചില വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽ പെടുന്നതായി പ്രചരിപ്പിച്ചു വരുന്നതായും അത് നിമിത്തം ധാരാളം തെറ്റിദ്ധാരണകൾക്ക് കാരണമായതായും നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഈ വിളംബരം. അടുത്ത വാചകം, നാം ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. 1916, നാം ഏതെങ്കിലും ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല. ഗുരു ഖണ്ഡിതമായി പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഗുരു ഹിന്ദുവാണ്, ഗുരു ഈഴവ സമൂഹമാണ്. ഈഴവനെന്ന് പറയേണ്ടതില്ല, മലയാളി എന്ന് പറഞ്ഞാൽ മതി എന്ന് ഗുരു എഴുതിയിട്ടുണ്ട്. SNDP യോഗം ഈഴവർക്ക് മാത്രം പ്രവേശനം നൽകാൻ ശ്രമിച്ചപ്പോൾ അതിനെ നിശിതമായി വിമർശിച്ച് തിരുത്തിച്ചത് ഗുരുവാണ്. മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തണം എന്ന് വ്യവസ്ഥ ഉണ്ടാക്കിയത് ഗുരുവാണ്. നാം ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല എന്ന് അദ്ദേഹം ഈ വിളംബരത്തിൽ പറഞ്ഞു. CV കുഞ്ഞിരാമൻ ഗുരുവിന്റെ വലിയ ശിഷ്യന്മാരിൽ ഒരാളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് കേട്ടോ അത്. ഗുരു എല്ലാവരെയും കൂടെ കൂട്ടി. താൻ പറഞ്ഞത് മാത്രം ആവർത്തിക്കണമെന്ന് ഗുരുവിന് ഒരു നിർബന്ധം ഉണ്ടായിട്ടില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് ഗുരു പറഞ്ഞു. അയ്യപ്പൻ മാഷ് വേറൊരു സാധനം ഉണ്ടാക്കി. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം മനുഷ്യന്. ഇങ്ങനൊരു സാധനം ഗുരുവിനെ കൊണ്ട് കാണിച്ചു. ഇത് മതിയോ? ഇങ്ങനെ ആയാലോ? ഗുരു പറഞ്ഞു അങ്ങനെ ആയാലും മതി. ഗുരു ഒരു തർക്കവും പറഞ്ഞിട്ടില്ല. ഗുരുവിന് ദൈവമുണ്ട്, ഗുരുവിന് മതമുണ്ട്. പക്ഷെ തൻ്റെ അനുയായികൾക്കെല്ലാം ദൈവവും മതം ഉണ്ടാവണമെന്നും ഗുരുവിനൊരു വാശിയില്ല. അയ്യപ്പ മാഷ് ഗുരുവിൻ്റെ കൂടെ ഉണ്ട്. ദൈവമില്ല എന്ന് സ്ഥാപിക്കൽ ജീവിതവ്രതമാക്കിയെടുത്ത MC ജോസഫ്, യുക്തിവാദി MC ജോസഫ് ഗുരുവിൻ്റെ കൂടെ ഉണ്ട്. മതം മാറുകയല്ലാതെ ഒരു നിവൃത്തിയില്ല എന്ന് വാദിച്ചുകൊണ്ടിരുന്ന CV കുഞ്ഞിരാമനും മിതവാദി കൃഷ്ണൻ വക്കീലും ഗുരുവിൻ്റെ കൂടെ ഉണ്ട്. ഗുരു മതം മാറുന്നതിനെതിരാണ്. കാരണം മതം ഒന്നല്ലേ ഉള്ളൂ, പിന്നെ മാറാൻ പറ്റില്ലല്ലോ.
ഗുരു മതം മാറുന്നതിനെതിരെ അതുകൊണ്ടാണ്. ഒന്നല്ലേ ഉള്ളൂ മതം. ഗുരുവിനോട് സമ്മതിക്കാനായിട്ട് ഒരു ക്രൈസ്തവ പുരോഹിതൻ വരുന്നുണ്ട്. ദീർഘമായി ഗുരുവിനോട് സംസാരിച്ചു. ക്രിസ്തു മതമാണ് ശരി, ആ മതത്തിൽ പെട്ടാലേ മോക്ഷമുള്ളൂ, ദൈവത്തിലേക്ക് എത്തുള്ളൂ എന്നെല്ലാം വിസ്തരിച്ച് സംസാരിച്ചു. ഗുരു എല്ലാം കേട്ടു. കേട്ട് കഴിഞ്ഞിട്ട് ഗുരു ചോദിച്ചു, താങ്കൾക്ക് എത്ര വയസ്സായി? പറഞ്ഞു, എനിക്ക് 40 വയസ്സായി എന്ന് പറഞ്ഞു. അപ്പൊ ഗുരു പറഞ്ഞു, ഞാൻ താങ്കൾ ജനിക്കുന്നതിന് മുമ്പേ ക്രിസ്തു മതത്തിൽ ചേർന്നല്ലോ, ഞാൻ താങ്കൾ ജനിക്കുന്നതിന് മുമ്പേ ക്രിസ്ത്യാനി ആണല്ലോ, ഇനി എന്തിന് മതം മാറണം? ഇതാണ് ഗുരു. ഏതെങ്കിലും ഒരു മതം, ഇന്നിപ്പോ ഗുരു ഹിന്ദു സന്യാസിയാണെന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ. അനുകമ്പാദശകം വായിച്ചാൽ ക്രിസ്തുവിനെ കുറിച്ച് മലയാളത്തിലുണ്ടായ ഏറ്റവും മഹനീയമായ വിശേഷണം നാരായണ ഗുരുവിൻ്റെയാണ്. പരമേശ പവിത്ര പുത്രൻ, പരമേശ പവിത്ര പുത്രൻ, കരുണാവാൻ മുത്തു നബി, ഇതൊക്കെ ഗുരു എഴുതിയതാണ്. അത് ഞാൻ പിന്നാലെ പറയാം. ഞാൻ പറഞ്ഞു വന്നത്, ഗുരു എല്ലാവരെയും കൂടെ കൂട്ടി. അയ്യപ്പൻ മാഷ്, CV കുഞ്ഞിരാമൻ, കഷ്ണം വക്കീല്, എല്ലാവരെയും കൂടെ കൂട്ടി. എല്ലാവരും ചേർന്നിട്ട് മനുഷ്യർ കുറെ കൂടി മെച്ചപ്പെട്ടതാവണം, ജീവിതം കുറെ കൂടി നീതിപൂർണ്ണമാകണം. ആ നീതിയിലേക്ക് എത്താൻ നിങ്ങളുടെ വഴി യുക്തിബോധത്തിൻ്റെതാണെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ വഴി മതബോധത്തിൻ്റെതാണെങ്കിൽ അങ്ങനെ, ബൗദ്ധമെങ്കിൽ അങ്ങനെ, ക്രൈസ്തവമെങ്കിൽ അങ്ങനെ, അതൊന്നും പ്രശ്നമല്ല. അതുകൊണ്ട് ഗുരു എല്ലാവരെയും കൂടെ കൂട്ടി. അങ്ങനെ എല്ലാവരെയും കൂടെ കൂട്ടിയതിന് ശേഷം ഈ CV കുഞ്ഞിരാമനായിട്ടുള്ളൊരു സംവാദത്തിൽ ഗുരു ചോദിക്കുന്നുണ്ട്. കുഞ്ഞിരാമൻ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, സ്വാമി പറഞ്ഞതൊക്കെ ശരി, ഒരു ജാതിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞത് ശരിയാണ്, മനുഷ്യൻ ഒന്നാണെന്ന് പറയുന്നത് ശരിയാണ്, ദൈവം ഒന്നാണെന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ മതങ്ങൾ എങ്ങനെ ഒന്നാവും? മതങ്ങൾ പലതല്ലേ, ആചാരം പലതല്ലേ, ദൈവവിശ്വാസം പലതല്ലേ, പിന്നെ ഇതെല്ലാം ഒന്നാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ചരിത്രത്തിൽ അങ്ങനെ അല്ലല്ലോ. ഗുരുവിൻ്റെ നല്ല മറുപടിയാണ്. അവിടെ ഗുരു പറയുന്ന ഒരു വാക്യമുണ്ട് കേട്ടോ. ഗുരു ഹിന്ദു സന്യാസിയാണെന്ന് പറയുമ്പോൾ ആ പറയുന്നവർ ഓർക്കേണ്ട ഒരു വാക്യം ഞാൻ ഗുരുവിൻ്റെ പറയാം. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനെയാണ് മതം എന്ന് വിളിക്കുന്നത്? എന്താണ് ഹിന്ദു മതം? അദ്ദേഹം പിന്നാലെ പറയുന്നു, ഹിന്ദു മതം എന്ന ഒന്നില്ലല്ലോ. ഇത് ഗുരുവിൻ്റെ വാക്യാണ്. ഹിന്ദു മതം എന്ന ഒന്നില്ലല്ലോ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, നാനാതരം അനുഷ്ഠാനങ്ങളെയും ആചാരക്രമങ്ങളെയും കൂട്ടിച്ചേർത്ത് ഹിന്ദുമതം എന്ന് വിളിക്കുന്നതല്ലേ സാഖ്യമതം, വൈശേഷികം, യോഗം, ന്യായം, മീമാംസ, വേദാന്തം, ശാക്തേയം, ശൈവം, വൈഷ്ണവം, ഇങ്ങനെ പലമാതിരി വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കൂട്ടിയിണക്കി ഹിന്ദുമതം എന്ന ഒരൊറ്റ പേരിൽ വിളിക്കാമെങ്കിൽ പല മതങ്ങളെ കൂട്ടിയിണക്കി ഒരേകമതമെന്ന് സങ്കല്പിച്ചാൽ എന്താണ് തകരാറ്? ഇതാണ് ഗുരു വളരെ ആഴത്തിൽ ചരിത്രപരമായ ഒരു ഉത്തരമാണ് പറഞ്ഞത്. ഹിന്ദുമതം എന്ന് നാം വിളിക്കുന്നത് സാഖ്യവും യോഗവും വൈശേഷികവും ശാക്തേയവും ശൈവ വൈഷ്ണവങ്ങളും ഒക്കെയായി ചെതറിക്കിടന്ന നാനാ വൈരുദ്ധ്യങ്ങൾക്കകത്ത് നിലനിന്ന വിശ്വാസ സംഹിതകളെ കൂട്ടിയിണക്കി 19-ാം നൂറ്റാണ്ടിന്റെ 2ാം പകുതിയിൽ വിളിച്ച പേരാണ് ഹിന്ദുമതം. ഇല്ല, ഗുരു വലിയ സോഷ്യൽ സയന്റിസ്റ്റ് ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഒരു സോഷ്യൽ സയന്റിസ്റ്റും ഈ കാര്യം പറയണ എനിക്ക് മുമ്പ് ഗുരു പറഞ്ഞു കഴിഞ്ഞു, ഇതില്ലല്ലോ, ഇതൊരു കൂട്ടിവളക്കലല്ലേ. ഇങ്ങനെയുള്ളതിനെ കൂട്ടിവിളക്കി ഹിന്ദുമതമാക്കാമെങ്കിൽ ഹിന്ദുമതത്തെയും ക്രിസ്തുമതത്തെയും ഇസ്ലാമിനെയും ഒക്കെ കൂട്ടിയിണക്കി ഏകമതമെന്ന് സങ്കല്പിച്ചാൽ എന്താണ് തകരാറ്? അദ്വൈതാശ്രമത്തിലെ സർവമത സമ്മേളനത്തിന് സ്വാഗതം പറയുന്നത് സത്യവ്രത സ്വാമികളാണ്, ഗുരു അധ്യക്ഷൻ. സത്യവ്രത സ്വാമികൾ അവിടെ പറയുന്നുണ്ട്, ഗുരുവിന്റെ മതം ഏതാണ്, ഏകമതം എന്ന ആശയത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം നല്ലൊരു ഉദാഹരണം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് ശരീരത്തിന് അസുഖം വരുമ്പോൾ അലോപ്പതി മരുന്ന് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതാണ് എന്നതുകൊണ്ട് ഹിന്ദുക്കൾ ആ മരുന്ന് ഉപയോഗിക്കാതിരിക്കുന്നില്ലല്ലോ. വയസ്കര മൂസതാണ് കണ്ടെത്തിയത് എന്നതുകൊണ്ട് ആയുർവേദ വിധികൾ ക്രിസ്ത്യാനികൾ സ്വീകരിക്കാതിരിക്കുന്നില്ലല്ലോ. പിന്നെയും അഷ്ടാംഗ ഹൃദയം ബൗദ്ധകൃതിയായതുകൊണ്ട് ഏകാദശി നാളിൽ അത് വായിക്കുന്നതിന് മലയാള ബ്രാഹ്മണർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏകാദശി നാളിൽ വലിവ് വന്നാൽ അഷ്ടാംഗ ഹൃദയം നിർദ്ദേശിക്കുന്ന ധന്വന്തരം ഗുളിക കഴിക്കാൻ മലയാള ബ്രാഹ്മണരും മടിക്കുന്നില്ലല്ലോ. തുടർന്ന് അദ്ദേഹം പറയും,
ശരീരത്തിന്റെ രോഗങ്ങൾക്ക് മതഭേദം കൂടാതെ ചികിത്സയാകാമെങ്കിൽ മനസ്സിന്റെയും ആത്മാവിന്റെയും രോഗങ്ങൾക്ക് മതഭേദമില്ലാത്ത ചികിത്സയായാൽ എന്താണ് തകരാറ്? ഇതാണ്, ശരീരത്തിന്റെ രോഗങ്ങൾക്ക് മതഭേദമില്ലെങ്കിൽ ആത്മാവിന്റെയും മനസ്സിന്റെയും രോഗങ്ങളെ ചികിത്സിക്കുന്ന മതങ്ങൾക്കും മതഭേദത്തിന്റെ യാതൊരു ആവശ്യമില്ല. ഗുരു അധ്യക്ഷനാണ്, സത്യവ്രത സ്വാമികൾ. ഇതാണ് ഗുരു ഉണ്ടാക്കാൻ ശ്രമിച്ച മതം. അത് വിജയിച്ചൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത്, ഇന്ന് ഗുരു ഹിന്ദു സന്യാസിയാണെന്ന് പറയുന്നത് ഗുരുവിനോട് ചെയ്യാവുന്ന പരമാവധി നിന്ദയാണ്. കാരണം ഗുരു അതല്ലാതാകാനാണ് ശ്രമിച്ചത്. ഏതെങ്കിലും ഒരു മതത്തിന്റെ അതിർത്തിക്കകത്ത് താൻ സ്വയം തളഞ്ഞു നിൽക്കാൻ ഗുരു ആഗ്രഹിച്ചിട്ടേ ഇല്ല. ഇതിനെ മറികടക്കാനാണ് ഗുരു ശ്രമിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മതദർശനം എന്താണ്. ഞാൻ ഇനി കുറച്ച് മതത്തിന് പുറത്തല്ല, ഗുരുവിന് പുറത്തു നിന്നല്ല, ഗുരു തൻ്റെ മതദർശനം വിശദീകരിച്ചതിലെ വളരെ മൗലികമായ ചില ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ ആത്മോപദേശ ശതകത്തിൽ നമുക്ക് കാണാം. അതിലേക്കൊന്ന് കടന്ന് ചെന്നിട്ട് പറയാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഗുരുവിൻ്റെ ദൈവസങ്കല്പത്തിലേക്ക് നോക്കിയാൽ, ഇപ്പൊ നമ്മൾ ദൈവദശകം 1914 അദ്വൈതാശ്രമത്തിലെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കവിതയാണ് ദൈവദശകം. ആ ദൈവദശകത്തിലേക്ക് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ ആളുകളോടും ചേർന്ന് നിൽക്കുന്ന ഒരു ഗുരുവിനെ കാണാം. മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ മതനിരപേക്ഷമായ പ്രാർത്ഥനയാണ് ദൈവദശകം. അതിലൊരു മതമില്ല, അതിലെ ദൈവത്തിന് മതമില്ല. അതിലെ ദൈവം ഗുരുവിൻ്റെ മാത്രം ദൈവവും അല്ല. അതാണ് അതിൻ്റെ ഏറ്റവും മൗലികമായ സവിശേഷത. ഗുരു ദൈവത്തെക്കുറിച്ച് എഴുതി, പക്ഷെ തൻ്റെ ദൈവത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. ഗുരുവിൻ്റെ ദൈവത്തിൽ എല്ലാവരും ഉണ്ട്. ദൈവദശകം തുടങ്ങുന്നത് തന്നെ അതിൻ്റെ ആദ്യത്തെ ശ്ലോകം ദ്വൈതഭാവനയിലാണ്. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ, നാവികണ്ണീ ഭവാബ്ധിക്കൊരാവി വൻതോണി നിൻ പദം. ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ. ഞാനും നീയെന്നുള്ള ഭേദമുണ്ട്. ഗുരു അദ്വൈതിയാണ്, രണ്ടില്ല, ഒന്നേ ഉള്ളൂ. ഒരു ദൈവം, ഒരു ജാതി, ഒരു മതം. ആ ശ്ലോകത്തിൽ 3 വട്ടം ആവർത്തിക്കുന്ന, ആ വാക്യത്തിൽ 3 വട്ടം ആവർത്തിക്കുന്ന പദം ഒരു എന്നതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഏകം. പക്ഷേ ദൈവദശകം തുടങ്ങുമ്പോൾ രണ്ടാണ്. അങ്ങ് വേറെയാണ്, ഞാനിപ്പറാണ്. കാരണം അദ്വൈതം എന്ന ദൈവഭാവന നിലനിൽക്കുമ്പോഴും ലോകത്തെ കൊടാനുകോടി മനുഷ്യരിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും ദൈവസങ്കല്പം അദ്വൈതാത്മകമല്ല, തങ്ങളെ സംരക്ഷിക്കുന്ന, തങ്ങളെ കാക്കുന്ന ദൈവം. അതുകൊണ്ട് ദൈവമേ കാത്തുകൊള്ളുക അങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ. 3-ാമത്തെ ശ്ലോകത്തിൽ ഗുരു അഭിസംബോധന ചെയ്യുന്നത് ക്രിസ്തുവിനെയാണ്, ക്രിസ്തു മതത്തിലെ ദൈവത്തെയാണ്. അന്നവസ്ത്രാദി തന്ന് കാത്തുരക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. അപ്പവും വസ്ത്രവും നൽകുന്ന ദൈവം ക്രൈസ്തവ ദൈവമാണ്. ഗുരു അതിനെ എടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ബൗദ്ധ ദൈവത്തെ കാണാം. ജയിക്കുക മഹാദേവ ദീനാവന പരായണ, ജയിക്കുക ദയാസിന്ധു എന്ന് പറയും. ദയാസിന്ധു, ദീനാവന പരായണൻ ബുദ്ധനാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവസാനം എത്തുമ്പോഴാണ് തൻ്റെ ദൈവത്തെ, 10-ാമത്തെ ശ്ലോകത്തിൽ തൻ്റെ ദൈവത്തെ കൂടി പറയും. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഞാനും നീയും ഭേറില്ല. ആഴമേറും നിൻ മഹസാം ആഴിയിൽ ഞങ്ങളാകവേ, ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഞാൻ പറഞ്ഞു വന്നത്, തൻ്റെ ഒരു സവിശേഷമായ ദൈവസങ്കല്പത്തെ പറഞ്ഞുറപ്പിച്ച് അതല്ലാത്തതെല്ലാം തെറ്റാണെന്ന് വാദിക്കുന്ന 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമൊക്കെ ഇന്ത്യയിൽ അരങ്ങേറിക്കൊണ്ടിരുന്ന മതവിചാരത്തിൻ്റെ രീതി ഗുരുവിൽ കാണാനേയില്ല. എന്തായിരുന്നു നമ്മുടെ 19-ാം നൂറ്റാണ്ട് അവസാനം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമൊക്കെ മതവിചാരത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്താണ്? പരമത ഖണ്ഡനമാണ്. മറ്റുള്ളവരുടെ മതവാദങ്ങൾ തെറ്റാണ് എന്ന് സമർത്ഥിച്ച് സ്വന്തം വാദം ശരിയാണെന്ന് പറഞ്ഞുറപ്പിക്കലാണ്. ക്രിസ്തു മതഖണ്ഡനം എന്ന പുസ്തകമാണ് ചട്ടമ്പി സ്വാമി എഴുതിയത്. മക്തി തങ്ങൾ എഴുതിയത് കഠോര കുഠാരം, ക്രിസ്തുമതത്തിന് എതിരെഴുതിയ പുസ്തകമാണ്. പരമത ഖണ്ഡനാണ്, സ്വമത സമർത്ഥനവും. ഗുരു ഒരു വാക്ക് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഗുരു ഒരിക്കൽ പോലും മറ്റേതെങ്കിലും മതത്തിന്റെ തത്വം തെറ്റാണെന്ന് ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഗാന്ധിജി ഗുരുവിനോട് ചോദിക്കുന്നുണ്ട് വൈക്കം സത്യാഗ്രഹത്തിന്റെ സമയത്ത്, ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തമാണെന്ന് അങ്ങ് കരുതുന്നില്ലേ? ഗുരു പറഞ്ഞ ഉത്തരം, എല്ലാ മതങ്ങളിലും മോക്ഷമാർഗങ്ങൾ ഉണ്ടല്ലോ.
ഇതാണ് ഗുരുവിന്റെ ഉത്തരം. ചെറിയ ചോദ്യോത്തരമല്ല. ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തമാണോ? എല്ലാ മതവും മോക്ഷത്തിന് പര്യാപ്തമാണ്. ഗാന്ധി പിന്നെയും ചോദിച്ചു, മറ്റു മതങ്ങളുടെ കാര്യം ഇരിക്കട്ടെ, ഹിന്ദു മതത്തെ കുറിച്ചാണ് നാം ചോദിച്ചത്. അപ്പൊ പിന്നെ ഗുരു വേണ്ട കാര്യം പറയുന്നുണ്ട്. അതിന്റെ ഇന്നത്തെ നില വെച്ച് നോക്കിയാൽ അങ്ങ് പല ജന്മങ്ങൾ ഇനിയും ജനിക്കേണ്ടി വരും. കാരണം ഹിന്ദുമതം എന്നൊരു മതം കൊണ്ട് ഈ രാജ്യത്തെ ദളിതർക്കും കീഴ്ജാതിക്കാർക്കും മോക്ഷം കിട്ടണമെങ്കിൽ എത്ര ഗാന്ധി വേണം? എത്ര ഗാന്ധി വന്നാ തീരും? ദളിതൻ അമ്പലത്തിൽ കയറിയതിന് തല്ലിക്കൊന്നത് ഈ കൊല്ലമാണല്ലോ, 1 മാസമായിട്ടുള്ളൂ. ദളിതൻ അമ്പലത്തിൽ കയറിയിട്ട് തല്ലിക്കൊല്ലുന്നു. വിശാല ഹിന്ദു എന്നാ പറയുന്നത്. ഞാൻ കൗതുകത്തിന് വെറുതെ പറയട്ടെ, വിശാല ഹിന്ദു സമ്മേളനം എന്ന് പറഞ്ഞ് കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ഒരു സമ്മേളനം സംഘപരിവാരത്തിന് നടത്താൻ പറ്റുമോ? ബ്രാഹ്മണനും നായാടിയും കൂടി ഇരിക്കുന്ന ഒരു വേദി കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും വിശാല ഹിന്ദുവിന് ഉണ്ടാക്കാൻ പറ്റുമോ? വെറുതെ ബെടായി പറയാന്ന് മാത്രം. വിശാല ഹിന്ദു കേരളത്തിൽ ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നവോത്ഥാനം ഉണ്ടായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി, കർഷക സമരം ഉണ്ടായി, ജാതിയെ തോപ്പിച്ചു. അങ്ങനെ ഉണ്ടായ സ്ഥലത്തിരുന്നിട്ടാണ് വിശാല ഹിന്ദു എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിൽ പറയാൻ പറ്റുമോ? ബീഹാറിൽ പറയാൻ പറ്റുമോ? തമിഴ്നാട്ടിൽ പറയാൻ പറ്റുമോ? കർണാടകത്തിൽ മടയസ്നാനം എച്ചിലിട്ടിട്ട് എച്ചിലിൽ ഉരുണ്ടാല് കീഴാളെന്ന് മോക്ഷം കിട്ടുന്ന ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അതിനെതിരെ സമരം ചെയ്താൽ കേസെടുക്കുന്ന, ആളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന കർണാടകം എന്ത് വിശ്വഹിന്ദു? പറയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നുണയുടെ പേരാണ് കേട്ടോ ഈ വിശാല ഹിന്ദു എന്നുള്ളത്. അത് വേറൊരു കഥ. അതുകൊണ്ട് ഗുരു ചെയ്യാൻ ശ്രമിച്ച കാര്യം തൻ്റെ മതം ശരിയെന്ന് വാദിക്കലല്ല. അങ്ങനെ ഒരു വാദം ഗുരുവിനില്ല. അതുകൊണ്ടാണ് ഇപ്പോ കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചയിൽ ധാരാളമായിട്ട് ഉന്നയിക്കപ്പെട്ടൊരു വാദം ഗുരു ഹിന്ദു സന്യാസിയാണ്. എന്തുകൊണ്ട്? ഗുരു സ്ഥാപിച്ചതൊക്കെ ഹിന്ദു ക്ഷേത്രങ്ങളാണ്, ഹിന്ദു വിഗ്രഹങ്ങളാണ് പ്രതിഷ്ഠിച്ചത്. ശിവനെ, വിഷ്ണുവിനെ ഒക്കെ പ്രതിഷ്ഠിച്ചു. ഞാൻ അതിനെക്കുറിച്ചുകൂടി പറഞ്ഞിട്ട് ഗുരുവിൻ്റെ ദർശനത്തിലേക്ക് കുറച്ചുകൂടി അടുത്തു വരാം. ഗുരു എന്ത് പ്രതിഷ്ഠയാണ് നടത്തിയത്? ത്വരിപുറത്ത് ശിവനെ പ്രതിഷ്ഠിച്ചു. എന്താണ് ശിവപ്രതിഷ്ഠയുടെ അർത്ഥം? ഗുരു ശിവനെ പ്രതിഷ്ഠിക്കുക വഴി ഞാൻ നേരത്തെ ഭക്തി പ്രസ്ഥാനം ചെയ്തു എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് ചെയ്യുന്നത്. കാരണം ദൈവസങ്കല്പത്തിലും വിശ്വാസത്തിലും പ്രതിഷ്ഠയിലുമൊക്കെ ഉണ്ടായിരുന്ന ബ്രാഹ്മണാധികാരപരമായ എല്ലാ പിടിമുറുക്കങ്ങളിൽ നിന്നും ദൈവത്തെ മോചിപ്പിച്ച പണിയാണല്ലോ അരുവിപ്പുറം. ഗുരു വരുന്നു, നെയ്യാറിൽ മുങ്ങി നിവരുന്നു, ഒരു കല്ലെടുക്കുന്നു, പ്രതിഷ്ഠിക്കുന്നു ശിവൻ. എങ്ങനെയാ പ്രതിഷ്ഠിക്കാൻ പറ്റുക? തന്ത്രം വേണമല്ലോ, മുഹൂർത്തം നോക്കണമല്ലോ, വ്യവസ്ഥ വേണമല്ലോ. ഗുരു ഒന്നും ചെയ്തില്ല, വെറുതെ മുങ്ങുന്നു, കല്ലെടുക്കുന്നു. ഗുരു ഉടനീളം പ്രതിഷ്ഠിച്ചത്, ഗുരുവിന്റെ വിഗ്രഹ പ്രതിഷ്ഠയിൽ മൗലികമായുള്ളൊരു കാര്യം ദൈവത്തെ ബ്രാഹ്മണാധികാരത്തിന് പുറത്തുകൊണ്ടുവരിക. ദൈവത്തെ ബ്രാഹ്മണാധികാരത്തിന് പുറത്തു കൊണ്ടുവന്ന് മുഴുവൻ മനുഷ്യരുടെയും ദൈവമായിട്ട് സങ്കല്പിക്കുന്നു, പ്രതിഷ്ഠിക്കുന്നു. അതുകൊണ്ടാണ് മണ്ണന്തലയിൽ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ, തിരുവനന്തപുരത്തിനടുത്ത് പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ഗുരുവിനോട് ചോദിച്ചു, ഏത് രാശിയിലാണ് മുഹൂർത്തം? ഗുരു ഒരു മുഹൂർത്തം നോക്കിയിട്ടില്ല. ഗുരു ചെല്ലുന്നു, പ്രതിഷ്ഠിക്കുന്നു. അപ്പൊ ചോദിച്ചു ഏത് രാശിയിലാണ്? അപ്പൊ ഗുരു പറഞ്ഞു അളന്നു നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഗുരുവിന്റെ രീതി അങ്ങനെയാണ് കേട്ടോ, തർക്കമൊന്നുമില്ല. ഇപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട് എന്താ പേര്? ഗുരു പറഞ്ഞു നാരായണൻ. എന്താ ജാതി? അപ്പൊ ഗുരു ചോദിച്ചു കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ കേട്ടാ എങ്ങനെ മനസ്സിലാവും? ആ ചോദ്യത്തിന്റെ അർത്ഥം ആ മൂപ്പർക്ക് മനസ്സിലാവണമെങ്കിൽ 2-3 പതിറ്റാണ്ട് കഴിയണം. കാരണം ഈ ചോദ്യം ചരിത്രത്തിലൊരു വലിയ ചോദ്യമാണ്. കുമാരനാശാൻ പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട്, ആര് നീയെന്ന് കേൾക്കേണ്ട, നേരു മെയ് തന്നെ ചൊല്ലിടും. ആര് നീയെന്ന് കേൾക്കേണ്ട. ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർനായകൻ തൻ്റെ കിടാത്തി ഞാൻ. ഒതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നതില്ല ഞാൻ സോദരി. ആര് നീയെന്ന് ചൊല്ലേണ്ട, നേരും മെയ് തന്നെ ചൊല്ലിടും. ശരീരം കൊണ്ടറിയാൻ ജാതി, അതാണ്. അതുകൊണ്ടാണ് അത് ഗുരു പിന്നെ പറയുന്നുണ്ട്. ഞാൻ ഗുരുവിന്റെ ജാതി ദർശനം പറയുന്നത് പറയാം. ശരീരം കൊണ്ടറിയാം. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥ. മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി, പശുവിന് പശുത്വം പോലെ. എന്താണ് ജാതി? തമ്മിൽ ഇണചേർന്ന് അടുത്ത തലമുറയായി തീരുന്നത് എന്തോ അതൊരു ജാതി. അത്രേ ഉള്ളൂ. അതാണ്. നരജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി. നരജാതി അതോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാണ്.
മനുഷ്യർ തമ്മിൽ ഇണചേർന്ന് അടുത്ത തലമുറ ഉണ്ടാവുമല്ലോ, സന്തതി ജനിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ മനുഷ്യവംശം ഒരു ജാതി. പശുവിന് പശുത്വം പോലെ പുണർന്നു പെറുന്നതെല്ലാം ഒരു ജാതി. തമ്മിൽ ഇണചേർന്ന് അടുത്ത തലമുറയാകുന്നതെന്തോ അതൊരു ജാതി. ഇങ്ങനെയാ ഒരു ജാതിയെ കണ്ടത്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. കണ്ടിട്ട് മനസ്സിലായില്ലേ? കണ്ടിട്ട് മനസ്സിലായില്ലേ പിന്നെ കേട്ടാ മനസ്സിലാവില്ലല്ലോ എന്ന്. മണ്ണന്തലയിൽ വെച്ച് ചോദിച്ചത് ഇങ്ങനെയാണ്, ഏതാ മുഹൂർത്തം? അപ്പൊ അളന്നു നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾക്ക് മനസ്സിലായില്ല, എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു, അല്ല, കുഞ്ഞ് ജനിച്ചിട്ടാണല്ലോ ജാതകം നോക്കുക, ഇപ്പൊ പ്രതിഷ്ഠയൊക്കെ കഴിഞ്ഞു, ഇനി മുഹൂർത്തം തീരുമാനിച്ചോളൂ എന്നാണ്. ഇങ്ങനെ നേരിട്ട ആളാണ് ഗുരു. ഈ കൊണ്ടു നടക്കുന്ന മുഹൂർത്തവും പാരമ്പര്യവും യജ്ഞവും തന്ത്രവിധികളും ഒക്കെ പുല്ലുപോലെ മാറ്റിവെച്ചിട്ട് ഗുരു ദൈവത്തെ മോചിപ്പിക്കുകയാണ് ചെയ്തത്. ഈ വിമോചനമാണ് ഗുരുവിന്റെ പ്രതിഷ്ഠ. അതുതന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഗുരു നിർത്തിയല്ലോ. ഗുരു പ്രതിഷ്ഠിച്ച് മുരുക്കുമ്പോഴെത്തി കാരമുക്കിൽ അദ്ദേഹം ഒരു വിളക്ക് കൊളുത്തി വെച്ചു, കടാവിളക്ക്. മുരുക്കുമ്പുഴയിൽ 4 വാക്ക്. അതാണ് കേട്ടോ ദൈവം, അതിൽ കൂടുതലൊന്നുമില്ല. സത്യം, ധർമ്മം, ദയ, ശാന്തി. 4 വാക്ക്. അതാണ് മുരുക്കുമ്പുഴയില്. സത്യം, ധർമ്മം, ദയ, ശാന്തി. അതാണ് പിന്നെ അനുകമ്പാ ദശകം. ഒരു പീഡ എറുമ്പിനും വരുത്തരുത്. ഉല്ലലയില് കളവങ്കോട് കണ്ണാടിയിൽ നോക്കിയാൽ നിങ്ങളെ കാണും. അതിൽ കാണണം ദൈവത്തെ, അതിനപ്പുറമൊന്നുമില്ല. തത്വമസി എന്ന് പറയും. ശബരിമലയിൽ പോയാൽ ഇത് കാണാം, തത്വമസി. എന്താണെന്ന് അർത്ഥം അറിയാതെ പ്രാർത്ഥിച്ച് തിരിച്ചു പോരും. തത്വമസി, അത് നീയാകുന്നു. ചാന്തോക്യത്തിലൊരു മഹാവാക്യാണ്. ചേതകേതു എന്ന് പറയുന്ന ബാലൻ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുന്നു. അപ്പൊ അച്ഛൻ ഉദ്ദാലക മഹർഷി ചേതകേതുവിനോട് ചോദിക്കും, എല്ലാം പഠിച്ചോ? എല്ലാം പഠിച്ചു. എന്നാ ഞാനൊരു കാര്യം ചോദിക്കാം, ഏതൊന്നിനെ കുറിച്ച് അറിഞ്ഞാലാണോ പിന്നെ യാതൊന്നിനെ കുറിച്ചും അറിയേണ്ടതായിട്ടില്ലാത്തത്, അതേതാണ്? അതാണ് ചോദ്യം. ഏതൊന്നിനെ കുറിച്ച് അറിഞ്ഞാലാണോ പിന്നെ യാതൊന്നിനെ കുറിച്ചും അറിയേണ്ടതായിട്ടില്ലാത്തത്, അതേതാണ്? അപ്പൊ മകൻ അറിഞ്ഞൂടാ. മകൻ അച്ഛനോട് പറയും, എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം എന്ന് പറയും. അപ്പൊ മകനെ ശിഷ്യനായിട്ട് സ്വീകരിച്ചിട്ട് അച്ഛൻ ഉദ്ദാലകന് ഉപദേശിച്ചു കൊടുക്കുന്ന മഹാവാക്യാണ്, തത് സത്യം സ ആത്മാ തത്വമസി ചേതകേതു. അത് സത്യമാണ്, അത് ആത്മാവാണ്. ചേതകേതു, അത് നീയാണ്. തത്വമസി, തത് പ്ലസ് ത്വം പ്ലസ് അസി, അത് നീ ആകുന്നു. പിന്നെ ഉദ്ദാലകൻ എന്താണ് ഈ തത്, അത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വിശദീകരിക്കുന്നുണ്ട്. ഈ പെയ്യുന്ന മഴ, ഒഴുകുന്ന പുഴ, വീശുന്ന കാറ്റ്, ചെടികൾ, കിളികൾ, പുല്ലുകൾ, പുൽച്ചാടികൾ, ഓരോന്നെടുത്ത് പറഞ്ഞിട്ട് പറയും തത്വമസി, അത് നീയാകുന്നു. പ്രാപഞ്ചികമായ സ്നേഹസാരല്യങ്ങളുടെ ഒരു ഏകതയെ, അത് നീയാകുന്നു. ഈ ഏകതയിലാണ് ദൈവം, അത് നീയാകുന്നു. അതറിയണം. ഈ ഉപനിഷത്തൊന്നും വായിച്ചിട്ട് കാര്യമില്ല. ഈ സ്നേഹസാരല്യങ്ങളുടെ ഏകതയിലാണ് ദൈവം എന്ന് മനസ്സിലാവണം. അല്ലാതെ തന്ത്രവും പൂജയും യജ്ഞവും യാഗവും നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീതയില് താൻ ആശ്രമത്തിൽ കഴിയുന്ന സമയത്ത്, വാൽമീകിയുടെ ആശ്രമത്തിൽ കഴിയുന്ന സമയത്ത് താൻ അനുഭവിച്ച സ്നേഹത്തെക്കുറിച്ച് സീത പറയുന്ന ഒരു ആശയമുണ്ട്. ആ തപസ്വിനിമാരുടെ സ്നേഹം തരുപക്ഷി മൃഗങ്ങളോടും ആ സുരരോടും നരരോടും ഒന്നുപോൽ ഒരു മട്ട അവരുള്ളിലേന്തും ആ സരള സ്നേഹരസം നിനപ്പു ഞാൻ. തരുപക്ഷി മൃഗങ്ങളോടും ആ നരരോടും സുരരോടും ഒന്നുപോൽ, പക്ഷികളോടും മൃഗങ്ങളോടും വൃക്ഷങ്ങളോടും മനുഷ്യരോടും ദൈവത്തോടും ഒരുപോലെ ഒരു മട്ട അവരുള്ളിലേന്തും ആ സരള സ്നേഹരസം. ആ സരള സ്നേഹരസത്തെയാണ് ഗുരു ദൈവമായി കണ്ടത്. അതിക്കുറഞ്ഞൊന്നുമല്ല. അതിക്കുറഞ്ഞ് എന്തായി സങ്കല്പിച്ചാലും ഗുരുവിന്റെ ദൈവമല്ല. അതിക്കുറഞ്ഞ യാതൊന്നുമല്ല. അതുകൊണ്ടാണ് സത്യം, ധർമ്മം, ദയ, സ്നേഹം എന്നെഴുതിയത്. ഉല്ലലയിൽ കണ്ണാടി പ്രതിഷ്ഠിച്ചത്. കണ്ണാടി ഉല്ലലയിൽ ചെല്ലുമ്പോൾ ശിവനെ പ്രതിഷ്ഠിക്കണോ വിഷ്ണുവിനെ പ്രതിഷ്ഠിക്കണോ ഭയങ്കര തർക്കമാണ്. അപ്പൊ ഗുരു പറഞ്ഞു, ഒരു വലിയ കണ്ണാടി കിട്ടുമെന്ന് ചോദിച്ചു. കണ്ണാടി കൊണ്ടുവരാൻ പറഞ്ഞു. കണ്ണാടി കൊണ്ടുവന്നു. ഓം എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു.
എഴുതിക്കൊണ്ടുവന്നപ്പോൾ ഓം എന്നുള്ളതിലെ ദീർഘം എഴുതാൻ വിട്ടുപോയി, ഓം എന്ന് ചുരുങ്ങിപ്പോയി. ഗുരു പറഞ്ഞു അതായാലും മതിയെന്നു. ആ കണ്ണാടിയാണ് പ്രതിഷ്ഠിച്ചത്. കാരണം ദൈവം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സാധനം. ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് ബ്രാഹ്മണാധികാരം തന്ത്രവിദ്യ കൊണ്ടും പൗരോഹിത്യം കൊണ്ടും യജ്ഞയാഗം കൊണ്ടും കെട്ടിത്തളച്ച നമ്മുടെ ദൈവസങ്കല്പത്തെ ഗുരു എങ്ങനെയാണ് മറികടന്നത് എന്നതിൻ്റെ ആവിഷ്കാരമാണ് ഗുരുവിൻ്റെ പ്രതിഷ്ഠ. അല്ലാതെ ഹിന്ദു ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചതല്ല. അവസാനം 920 ഗുരു പറയുണ്ടായി, ഇനി ദേവാലയങ്ങൾ സ്ഥാപിക്കരുത്. ഇതൊക്കെ ഓർത്തു വെക്കേണ്ട പ്രഖ്യാപനങ്ങളാണ് കേട്ടോ. ഇനി ദേവാലയങ്ങൾ സ്ഥാപിക്കരുത്, ഇത് പണച്ചെലവാണ്, ധൂർത്താണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇനി വിദ്യാലയങ്ങളാണ് വേണ്ടത്. അവസാനത്തെ വാചകം, ദേവാലയങ്ങൾ ജാതി വ്യത്യാസം ഇല്ലാതാക്കും എന്ന് നാം ധരിച്ചിരുന്നു, എന്നാൽ ദേവാലയങ്ങൾ ജാതി വ്യത്യാസം വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് ഇനി വിദ്യാലയങ്ങൾ മതി. അതുകൊണ്ട് ഗുരുവിൻ്റെ പ്രതിഷ്ഠ കൊണ്ട്, ഗുരു വിഗ്രഹ പ്രതിഷ്ഠ വഴി ഹിന്ദു ദൈവങ്ങളെ പ്രതിഷ്ഠിച്ച ഒരു ഹിന്ദു സന്യാസിയാണ് എന്നൊന്നും വാദിക്കുന്നത് ഗുരുവിനോട് ചേർന്നു പോകുന്ന കാര്യമല്ല. ഗുരു ദൈവങ്ങളെയും ഈ ആചാരങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടാണ് തൻ്റെ പ്രതിഷ്ഠകളെ മുമ്പോട്ട് കൊണ്ടുപോയത് എന്ന് ഓർമ്മിക്കാവുന്നതാണ്. ഇങ്ങനെ നാനാവിധത്തിൽ നിലനിന്ന ബ്രാഹ്മണ മതത്തിൽ നിന്ന് ഏകമാനമായ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ സരള സ്നേഹരസത്തിൻ്റെ സാർവലൗകികമായ ഒരു അനുഭൂതിയായി ദൈവത്തെ മാറ്റാൻ പറ്റുമോ? ആ ദൈവാനുഭവത്തെ അറിയാനുള്ള വഴിയായി മതത്തെ കാണാൻ കഴിയുമോ? ഇതാണ് ഗുരു കൊണ്ട്. അതുകൊണ്ട് അദ്ദേഹം ആത്മോപദേശ ശതകത്തിൽ, ഗുരുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ്, അദ്ദേഹം ദൈവം മതം ഇതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയാം. കാരണം നമ്മൾ ഈ പറയുന്നത് ഗുരുവിനെ കുറിച്ച് പുറത്തു നിന്നുള്ളൊരു തത്വവിചാരമല്ല, ഗുരുവിനുള്ളിൽ നിന്ന് ഗുരുദർശനത്തിൻ്റെ കാതൽ എന്തെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള തത്വവിചാരമാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഗുരു ആത്മോപദേശ ശതകത്തിലെ വളരെ പ്രസിദ്ധമായ ചില ശ്ലോകങ്ങൾ, അതിലെ 44 മുതലുള്ള 5 ശ്ലോകങ്ങളിൽ തൻ്റെ മതദർശനം വിശദീകരിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞു, പല മതസാരവുമേകമെന്ന് പാരാതുലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടലയാതമർന്നിടേണം. മതം ഒന്നേ ഉള്ളൂ, എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണ്. ഇതറിയാതെ പലതരം യുക്തികൾ പറഞ്ഞു നടക്കുന്നവരെ ഗുരു വിളിച്ച വാക്കാണ് പാമരന്മാർ. ആ പാമരത്വത്തിൻ്റെ പേരാണ് ഇന്ന് മതവാദമായി നാം കേൾക്കുന്നതെല്ലാം. പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടലയാതമർന്നിടേണം. പൊരുതി ജയിപ്പത് അസാധ്യം. ഒരു മതത്തിനും ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പരമത ഖണ്ഡന ഇല്ല. മറ്റു മതം തെറ്റാണ്, അതിൻ്റെ യുക്തി തെറ്റാണ്, ഗുരു ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഏതു മതവും ശരിയാകാം. പൊരുതി ജയിപ്പത് അസാധ്യം, ഒന്നിനോടൊന്നൊരു മതവും പൊരുതാലൊടുങ്ങുവീല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മതത്തെ തർക്കിച്ചില്ലാണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അദ്വൈതാശ്രമത്തിൽ ആദ്യ പ്രസ്താവന സർവമത സമ്മേളനത്തിൽ വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനും. പൊരുത് ജയിപ്പത് അസാധ്യം, ഒരു മതവും ഒന്നിനോടൊന്നു പൊരുതാലൊടുങ്ങുവീല. പരമതവാദീതോർത്തിടാതെ പാഴെ പൊരുതു പറഞ്ഞ് പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണം. പരമതവാദികൾ, അന്യമതം തെറ്റെന്ന് പറഞ്ഞ് നടക്കുന്നവർ ഇത് മനസ്സിലാക്കാതെ തമ്മിൽ പോരടിച്ച് മരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവസാനം അദ്ദേഹം പറയും, എന്താണ് മതം? അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങനെ സദാപി ചെയ്തിടുന്നു. ജഗതിയിൽ ഇമ്മതമേകം. എന്താണ്? മോക്ഷമെന്ന ഒരു വലിയ ലക്ഷ്യത്തെ മുൻനിർത്തി ആത്മസുഖം, മോക്ഷം, അവനവൻ്റെ സുഖം എന്നുള്ള അർത്ഥമല്ല കേട്ടോ, മോക്ഷം, ആത്മസുഖം എന്ന വലിയ ലക്ഷ്യത്തെ മുൻനിർത്തി അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങനെ സദാപി ചെയ്തിടുന്നു. ജഗതിയിൽ ഇമ്മതമേകം എന്ന് അകമലയാതെ അമർന്നിടേണം. കളങ്കപ്പെടാതെ മനസ്സ് ശാന്തമായി മതമൊന്നേയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ആത്മസുഖം. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഒരുപക്ഷെ ഗുരുവിൻ്റെ ചിന്തയുടെ ചരിത്രത്തിലെ ഏറ്റവും മൗലികമായ വിച്ഛേദം, തത്വചിന്താപരമായും ദൈവദർശനപരമായുമുള്ള മഹാവിച്ഛേദം ഗുരു
ആത്മോപദേശ ശതകത്തിൽ മറ്റൊരു ഭാഗത്ത് അവതരിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് ആത്മസുഖം കൈവരിക? എന്താണ് മനുഷ്യന്റെ ദൈവാന്വേഷണത്തിന്റെ ശരിയായ വഴി? അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ശ്ലോകം ഉണ്ടല്ലോ, അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായുള്ള ഒരു ആത്മരൂപം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരന്റെ പ്രിയത്തിനായി വരണം. നിങ്ങൾ ആത്മസുഖത്തിനായിട്ടാണ്, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങനെ സദാപി ചെയ്തിടുന്നു. ജഗതിയിൽ ഇമ്മതമേകം. ആത്മസുഖാണ്, അതാണ് മോക്ഷം, അതാണ് ദൈവം. പക്ഷെ ആ ദൈവം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരന്റെ ഗുണത്തിനായി വരണം. ആത്മോപദേശ ശതകത്തിന്റെ കാതലായ വാക്ക് ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, അപരം എന്നാണ്. ഈ ചെറിയൊരു കാര്യമല്ല. മോക്ഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവും പ്രപഞ്ചവ്യാപിയായ ബ്രഹ്മചൈതന്യവും തമ്മിൽ ലയിക്കലാണ് എന്ന് സങ്കല്പിച്ചിരുന്ന ഒരു കാലത്താണ് ഗുരു എന്ന് പറഞ്ഞത്, ആത്മം ബ്രഹ്മത്തോടല്ല, ആത്മം അപരത്തോടാണ്. അപരം പുറത്താണ്. അപരം എന്നെ പോലുള്ള വെർട്ടിക്കലായ ലംബമാനമായ ഒരു മോക്ഷസങ്കല്പത്തെ തിരശ്ചീനമായി സാമൂഹികമായി പ്രകൃതിയിലേക്ക് ചുറ്റുമുള്ള മുഴുവൻ മനുഷ്യരിലേക്കും തുറന്നുകൊണ്ട് അധ്യാത്മവിദ്യയെ തന്നെ, ദൈവബോധത്തെ തന്നെ സാമൂഹികമാക്കി മാറ്റിക്കൊണ്ടാണ് ഗുരു പറഞ്ഞത്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അപരന്റെ ഗുണത്തിനായി വരണം. അതിനു മുമ്പ് ഗുരു പറയുന്നുണ്ട്, മനുഷ്യർക്കൊരൊറ്റ താല്പര്യമേ ഒരേ ഒരു താല്പര്യമാണ്, അതാണ് മോക്ഷം, ദൈവം. അതൊരു തരാണ്. പക്ഷെ നമ്മൾ ഇത് പലതരാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹം പറയുന്ന ശ്ലോകം ഗംഭീരായ ശ്ലോകമാണ്. പ്രിയം ഒരു ജാതി. മനുഷ്യരുടെ പ്രിയങ്ങളൊക്കെ ഒരേ തരമാണ്. പക്ഷെ ഇതൻ പ്രിയം, ത്വദീയ പ്രിയം, അപരപ്രിയം എന്നനേകമായി പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം. മനുഷ്യന്റെ താല്പര്യം ആത്യന്തികമായിട്ടൊന്നാണ്, പക്ഷെ എന്റെയാണ്, നിന്റെയാണ്, അവന്റെയാണ് എന്നിങ്ങനെ ഭ്രമം വരും. പ്രിയ വിഷയം പ്രതി തൻ പ്രിയം അപരപ്രിയമായി തീർന്നിടേണം. എപ്പോഴാണ് നിങ്ങൾ ശരിയാകുന്നത്? തൻ പ്രിയം അപരപ്രിയമായി തീരണം. ഞാനൊരു വാക്യം നിങ്ങൾ ഓർമ്മിക്കാണ്ടോ, മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങൾ അവരോട് പെരുമാറുക. ക്രിസ്തുമതം തൻ പ്രിയം അപരപ്രിയമായി വന്നിടേണം. ഗുരു പിന്നെയും പറയും, പ്രിയം അപരപ്രിയം അതൻ പ്രിയം. അപരന്റെ പ്രിയാണ് എൻ്റെ പ്രിയം. സ്വകീയ പ്രിയം അപരപ്രിയം, എൻ്റെ പ്രിയം മറ്റുള്ളവരുടേതുമാണ്. ഇപ്രകാരമാകും നയം. അതിനാലേ നരനു നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരണം. അവന്റെ പ്രിയം എൻ്റേതും എൻ്റെ പ്രിയം അവൻ്റേതുമായി തീരുന്നതാണ് ഏറ്റവും ശരി. അതുകൊണ്ട് നല്ലതായ പ്രവൃത്തി എന്ന് പറയുന്നത് നരന് നന്മ നൽകും ക്രിയ അപരപ്രിയ ഹേതുവായി വരണം. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട്. ആരാണ് ചെയ്യുന്നതെന്ന് ആ വാക്കൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഗുരു ഒരു വാക്കും വെറുതെ ഉപയോഗിക്കുകയല്ല. ആരാണ് മറ്റുള്ളവർക്ക് വേണ്ടി ശ്രമിക്കുന്നത്? ഭക്തൻ എന്നല്ല പറഞ്ഞത്. ഉത്തമ ഭക്തിയുടെ ദൈവബോധത്തിന്റെ വിശദീകരണമായിട്ട് ഗുരു കൊണ്ടുവന്ന വാക്കേതാണെന്നറിയോ? കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ ക്ഷേത്രമാമിത് എന്ന് വൃത്തഭംഗം കൂടാതെ എഴുതാൻ അറിയാത്ത ആളല്ല ഗുരു. പക്ഷെ ഗുരു എഴുതിയത് ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ക്ഷേത്രം എന്ന് എഴുതിയിട്ടില്ല ഗുരു. വെറുതെ എഴുതാത്തതല്ല, തെറ്റിപ്പോണമെന്നല്ല. കൃപാലുവാണ്. ദൈവബോധത്തിന്റെ പരമാവധിയിലാണ് കൃപാലു. ആ കൃപാലുത്വം എന്താണ്? അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രം, തനിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നവനെ വിളിച്ചതാണ് ക്ഷുദ്രതയാണ്, കൃപണതയാണ്. തനിക്ക് വേണ്ടി, ഞങ്ങളുടെ സമുദായമാണ്, ഞങ്ങളുടെ മതമാണ്, ഞങ്ങളുടെ ജാതിയാണ് എന്നെല്ലാം പറഞ്ഞ് ഗുരുവിനെ തളയ്ക്കാൻ ശ്രമിക്കുന്നവരെ കുറിച്ച് ഗുരു മുമ്പ് പറഞ്ഞ വാക്കാണ് കൃപണൻ. അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവനു വേണ്ടി മാത്രം. ആ ശ്ലോകത്തിന്റെ ആ ഭാഗത്തിന്റെ അവസാനത്ത് ഗുരു പറയും, ഒരുവന് നല്ലതും
അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം. ഒരാൾക്ക് ഗുണവും മറ്റൊരാൾക്ക് ദോഷവും വരുത്തുകയാണെങ്കിൽ അത് ദൈവവിരുദ്ധമാണ്. ദൈവവിരുദ്ധമാണ്. ഞാൻ അതാ പറഞ്ഞ, ഗുരുവിന്റെ ദൈവദർശനത്തിൽ സാമൂഹ്യ ദർശനമുണ്ട്, ഗുരുവിന്റെ ദൈവദർശനത്തിൽ അധ്യാത്മത്തിൽ രാഷ്ട്രീയമുണ്ട്, ജനാധിപത്യമുണ്ട്. ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധി ഓർത്തിടേണം. പരനു പരം പരിതാപമേകിടുന്നോർ എരിനരകാബ്ധിയിൽ വീണെരിഞ്ഞിടുന്നു. മറ്റുള്ളവർക്ക് ഒരുപക്ഷെ ശാശ്വതികാനന്ദ കൊന്നതിനുള്ള പരിഹാരം വരാനിരിക്കുകയാണ്. പരനു പരം പരിതാപമേകിടുന്നോർ എരിനരകാബ്ധിയിൽ വീണെരിഞ്ഞിടും. ഗുരു പൊതുവെ കർക്കശമായ വാക്കുകളൊന്നും ഉപയോഗിക്കുന്ന ആളല്ല. ഇങ്ങനെയുള്ള വാക്കൊന്നും ഗുരുവിൽ പൊതുവെ കാണാൻ പറ്റില്ല. ഉടനീളം വായിച്ചാൽ സ്നേഹഭാവങ്ങളുടെ വാക്കാണ്. പക്ഷെ മറ്റുള്ളവർക്ക് ഹീനതയായി മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർക്ക് ഉള്ള വിധി ഇതാണ്. എരിനരകാബ്ധിയിൽ വീണ് കത്തിച്ചാവാനുള്ള ഒരാളുടെ പേരാണത്. ഞാൻ പറയണില്ല, ഗുരുവിന്റെ കൂടെ പറഞ്ഞ് വഷളാക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ്. അതുകൊണ്ടാണ് പണ്ട് എൻ്റെ മോൻ എന്നോട് ചോദിച്ചു, അച്ഛാ ഈ കുമാരനാശാൻ ഒരു മോശം ആളാണല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ പറയാം? അപ്പൊ അവൻ പറഞ്ഞു, അല്ല ഈ SNDP സെക്രട്ടറി അല്ലേ, അപ്പൊ ഇയാളെ പോലെ ഒരാളാണോ? ഇത് പറഞ്ഞതാ. ഞാനിത് അഴീക്കോട് മാഷോട് പറഞ്ഞു. അഴീക്കോട് മാഷ് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന കാലം. അപ്പൊ അഴീക്കോട് മാഷ്ക്ക് ഭയങ്കര സന്തോഷമായി. കണ്ടോ, ആ കുഞ്ഞിന് പോലും മനസ്സിലായി ഇതാണ് സത്യം. ഞാനിത് എല്ലായിടത്തും പറയുന്ന എൻ്റെ അടുത്ത് പറഞ്ഞതാ മാഷ്. പരനു പരം പരിതാപമേകിടുന്നോർ എരിനരകാബ്ധിയിൽ വീണെരിഞ്ഞിടുന്നു. ഞാൻ പറഞ്ഞത് എന്താണ് ഗുരു എന്നുള്ളതിൻ്റെ ഉത്തരാണിത്. എന്താണ് ഗുരുവിന്റെ മതം, എന്താണ് ഗുരുവിന്റെ ദൈവം? അത് ഈ പറഞ്ഞതാ. ഗുരുവിന് ദൈവമുണ്ട്, ഗുരുവിന് മതമുണ്ട്. അത് പക്ഷേ ഇവിടെ കൊണ്ടാടുന്ന ഒരു ഹിന്ദു മതമല്ല, നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ദൈവവുമല്ല. ദൈവമായി അദ്ദേഹം കണ്ടത് അനുകമ്പയാണ്. ഒരു വീടയെറുമ്പിനും വരുത്തരുതെന്ന അനുകമ്പ, സത്യം, ധർമ്മം, ദയ, ശാന്തി, അതായിരുന്നു ഗുരുവിന്റെ ദൈവം. ആ ദൈവബോധത്തെ അദ്വൈതത്തിൽ നിന്ന് നിർദ്ധാരണം ചെയ്തെടുത്ത് ആ ദൈവബോധത്തെ അനുഭവവേദ്യമാക്കുന്ന ഒന്നായി തൻ്റെ മതത്തെ ആവിഷ്കരിക്കാൻ കഴിയുമോ? അതാണ് ഏകമതം എന്ന് അദ്ദേഹം വിളിച്ചത്. ആത്മസുഖം, ഏകമതം. അതുകൊണ്ട് ഗുരുവിന് മതവും ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് അദ്വൈതത്തിൽ നിന്ന് പുറപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് അത് ഹിന്ദുമതമാണ്, അദ്ദേഹം ഹിന്ദുമത സന്യാസിയാണ് എന്നൊക്കെ വാദിക്കാൻ ശ്രമിക്കുന്നത് ഗുരുവിനെ ഏതെങ്കിലും തരത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ടോ മനസ്സിലാക്കിയിട്ടും വർഗീയതയുടെ ആയുധമാക്കി ഗുരുവിനെ മാറ്റണം എന്ന് കരുതുന്നത് കൊണ്ടോ മാത്രമാണ്. ഗുരു ഹിന്ദുമത സന്യാസി അല്ല, ഗുരുവിന്റെ മതം ഹിന്ദുമതവും അല്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തായിരുന്നു ജാതി? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജാതി ഗുരുവിനെ സംബന്ധിച്ച് ശരീരമാണ്. അതിലും വലിയ ചരിത്രപരമായ അർത്ഥമുണ്ട് കേട്ടോ. കാരണം ഇന്ത്യയിൽ ജാതി പ്രവർത്തിച്ചത് ഒരാശയായിട്ടല്ല, ശരീരമായിട്ടാണ്. എങ്ങനെയാണ് നമ്മൾ ജാതി അറിഞ്ഞത്? ജാതിയെ ഇന്ത്യക്കാർ അറിഞ്ഞത് തങ്ങളുടെ ശരീരമായിട്ടാണ്. തൊട്ടുകൂടാ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവർ, അങ്ങനെ തൊട്ടുകൂടാത്ത, തീണ്ടിക്കൂടാത്ത, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ള മനുഷ്യ ശരീരങ്ങളായിട്ടാണ് ജാതി പ്രവർത്തിച്ചത്. സഞ്ചരിക്കുന്ന പട്ടടയാണ് ചണ്ടാളൻ എന്ന് സങ്കല്പിച്ചതാണ് ജാതി വ്യവസ്ഥ. അതുകൊണ്ട് ജാതി ശരീരമായിട്ടാണ് നിലനിൽക്കുന്നത് എന്ന ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ സാമൂഹികവും ചരിത്രപരവുമായ ഉള്ളടക്കത്തെ അത്യന്തം ആഴത്തിൽ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഗുരു ജാതിയെ ലംഘിക്കാനായി ശരീരത്തിലേക്ക് നിരന്തരം വന്നത്. ഗുരു ജാതി ഒന്നാന്ന് പറയാൻ ഒരു ദൈവ സിദ്ധാന്തവും പറഞ്ഞിട്ടില്ല, ഒരു തത്വദർശനവും പറഞ്ഞിട്ടില്ല. ജാതി ഒന്നേ ഉള്ളൂ. എന്തുകൊണ്ട്? ശരീരം ഒന്നേ ഉള്ളൂ. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്തം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസൈവം ഹാ തത്വം വ്യതിഗോപിന. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. കേരളത്തിന്റെ അധ്യാത്മ വിപ്ലവത്തിന്റെ, ആധുനിക വിപ്ലവത്തിന്റെ ആധാരമായി തീർന്ന ഈ ശ്ലോകത്തിന്റെ അടുത്ത വരി നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. നമ്മുടെ ഏറ്റവും വലിയ ആത്മീയ ശ്ലോകത്തിന്റെ ഉള്ളിൽ ഗുരു ചേർത്ത് വെച്ചത് ഒരു യോനി, ഒരാകാരം, ഒരു ഭേദവുമില്ലതിൽ. നരജാതിയിൽ നിന്നല്ലോ പിറന്നിടുന്നു സന്തതി,
നരജാതി അതോർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാണ്. ഉണർന്നു പെറുന്നതെല്ലാം ഒരു ജാതി. ശരീരാണ് ജാതി. ആ ശരീരം കൊണ്ട് അറിയണം ജാതിയെ. ശരീര ഏകാണ്, ജാതി ഒന്നാണ്. അങ്ങനെ ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ ചരിത്രപരവും മൂർത്തവുമായ യാഥാർത്ഥ്യം അത് ശരീരനിഷ്ഠമാണ് എന്നതാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ജാതിക്കെതിരായ സമരത്തെ, വിമർശനത്തെ ഗുരു ശരീരത്തോട് ചേർത്ത് വയ്ക്കുകയും ശരീരത്തിൻ്റെ ഏകതയിലാണ് മനുഷ്യ ജാതിയുടെ ഏകത എന്ന് വാദിക്കുകയും ചെയ്തത്. അങ്ങനെ മൂർത്തമായ ശരീരം കൊണ്ട് ജാതിയെ ഒന്നായി സങ്കല്പിച്ച്, അദ്വൈതാത്മകമായ ഏകഭാവന കൊണ്ട് മതത്തെ ഒന്നായി സങ്കല്പിച്ച്, ആ മതം ലക്ഷ്യം വയ്ക്കുന്ന ദൈവസങ്കല്പം പ്രപഞ്ചവ്യാപിയും സാർവത്രികവുമായ സരള സ്നേഹരസമാണ് എന്ന് സങ്കല്പിച്ച് ആ സ്നേഹാനുഭവത്തിന്റെ ആവിഷ്കാരമായി അനുകമ്പയെ കണ്ടിട്ടാണ് ഗുരു തൻ്റെ ദൈവത്തെ ആവിഷ്കരിച്ചത്. ഇത്രയുണ്ട് അതിൻ്റെ അർത്ഥം. അതേസമയം തന്നെ ഇങ്ങനൊരു ദൈവദർശനവും മതദർശനവും അവതരിപ്പിക്കുമ്പോഴും ഗുരു തൻ്റെ സമൂഹത്തെക്കുറിച്ചോ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചോ ബോധമില്ലാത്തൊരു സന്യാസിയായി പുലർന്നുമില്ല. മാറി വരുന്ന പുതിയ സമൂഹത്തിൻ്റെ അലകൾ അദ്ദേഹം സ്വീകരിച്ചു. ദേവാലയങ്ങൾ വേണ്ട, വിദ്യാലയങ്ങൾ മതി എന്ന് പറഞ്ഞു, വ്യവസായം വേണമെന്ന് പറഞ്ഞു. ശിവഗിരി തീർത്ഥാടനം തുടങ്ങാൻ കിട്ടൺ റൈറ്റർ ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. നമുക്കൊരു തീർത്ഥാടനം വേണം സ്വാമി എന്ന് പറഞ്ഞു. ഗുരു ചോദിച്ചു, എന്തിനാണ്? നമ്മുടെ എല്ലാ ആളുകൾക്കും ഒത്തുകൂടാനൊരു സ്ഥലവും സന്ദർഭവും വേണം. ഗുരു ശരിയെന്ന് പറഞ്ഞു. ഗുരു സ്വാമി അതിനൊരു സമയം തീരുമാനിക്കണം എന്ന് പറഞ്ഞു തീർത്ഥാടനത്തിന്. ഗുരു ഉടനെ പറഞ്ഞ ഉത്തരം, ജനുവരി 1-ാം തീയതി ആയിക്കോട്ടെ, യൂറോപ്യന്മാരുടെ ആണ്ടുപറപ്പല്ലേ. നമുക്ക് വലിയൊരു ആധ്യാത്മിക തീർത്ഥാടനമായിട്ട് എന്നതാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ജനുവരി 1 ആയിക്കോട്ടെ, യൂറോപ്യന്മാരുടെ ആണ്ടുപറപ്പല്ലേ, നമ്മുടെ കണക്കനുസരിച്ച് ധനു 13-ഓ 14-ഓ ആയിരിക്കും എന്നും പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. തീർത്ഥാടനം തീരുമാനിച്ചു. ഗുരു കിട്ടൺ റൈറ്ററെ പിന്നെയും വിളിക്കുന്നുണ്ട്. എന്തിനാണ് തീർത്ഥാടനം? അവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല. എന്നിട്ട് അദ്ദേഹം 8 കാര്യങ്ങൾ നിർദ്ദേശിച്ചു. കൃഷി, വ്യവസായം, സാങ്കേതിക വിദ്യ, കൈത്തൊഴിൽ, വിദ്യാഭ്യാസം, ഈശ്വരഭക്തി, 8 കാര്യങ്ങൾ നിർദ്ദേശിച്ചു. ഇതിനെക്കുറിച്ച് ശുചിത്വം, കൃഷി, വിദ്യാഭ്യാസം, കൈത്തൊഴിൽ, സാങ്കേതിക വിദ്യ, ഈശ്വരഭക്തി, ഇങ്ങനെ 6-7-8 കാര്യങ്ങൾ നിർദ്ദേശിച്ച് പണ്ഡിതന്മാരായ ആളുകളെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇക്കാര്യങ്ങളെക്കുറിച്ച് പ്രസംഗിപ്പിക്കണം, അത് നാടെമ്പാടും പ്രചരിപ്പിക്കണം എന്നാണ് ഗുരു പറഞ്ഞത്. അല്ലാതെ ആത്മോപദേശതകം വായിച്ച് അർത്ഥം അറിയാതെ ഉരുവിട്ട് കാണാതെ പിടിക്കണം എന്നല്ല. കാരണം മാറി വരുന്ന ആധുനിക ലോകത്തിന്റെ മുദ്രകൾ ഗുരു നന്നായി തിരിച്ചറിഞ്ഞിരുന്നു. കേരളത്തിൽ നടന്ന 1-ാമത്തെ വ്യവസായ പ്രദർശനത്തിന്റെ അധ്യക്ഷനായിരുന്നത് ഗുരുവാണ്. ആദ്യത്തെ ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ ഗുരുവാണ് അധ്യക്ഷൻ. നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഒരു അധ്യാത്മ നായകനാണ് വ്യവസായ പ്രദർശനത്തിന്റെ അധ്യക്ഷൻ. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ പ്രസിഡന്റ് ഇരിക്കേണ്ട സ്ഥലമാണ് ഗുരുവായിരുന്നത്. കുമാരനാശാൻ ആലുവയിൽ ഗുരുവിന്റെ ശിഷ്യനായിട്ട് ആലുവയിൽ താമസിക്കുമ്പോൾ ചെറായിൽ നിന്ന് വിവേകോദയം പത്രം നടത്തുന്നു. ചിന്താവിഷ്ടയായ സീത കവിത എഴുതിക്കൊണ്ടിരിക്കുന്നു. ചൊവ്വരയിലെ ഒട്ട് കമ്പനിയുടെ മാനേജരായിട്ടും പ്രവർത്തിക്കുന്നു. ഗുരുവിൽ ഇതെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ദൈവാനുഭവത്തെ, ദൈവബോധത്തെ സാമൂഹികവൽക്കരിക്കുക മാത്രമല്ല, ആ സാമൂഹികതയെ തൻ്റെതായ രീതിയിൽ പ്രവൃത്തി പഥത്തിൽ എത്തിക്കാൻ നിരന്തരം ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു നാരായണ ഗുരു. അതുകൊണ്ടാണ് വ്യവസായം വേണമെന്നും കൃഷി വേണമെന്നും വിദ്യാലയങ്ങൾ വേണമെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞത്. ഇന്ത്യൻ ജാതി വ്യവസ്ഥ തന്നെ സന്യാസിയാക്കില്ലായിരുന്നു എന്ന് ഗുരുവിന് നന്നായിട്ടറിയാം. ഇന്ന് ഗുരു ഹിന്ദു സന്യാസിയാണ് എന്ന് പറയുന്നവര് ഓർക്കേണ്ട ഒരു വാക്യം ഗുരു പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. കാരണം കോളനി ഭരണം ഇല്ലായിരുന്നുവെങ്കിൽ ശൂദ്രനായിട്ടുള്ള ചണ്ടാളനായിട്ടുള്ള ഗുരുവിന് എന്ത് സന്യാസം? ശംഭുവിന്റെ കഴുത്ത് വെട്ടിക്കളഞ്ഞ രാമനെ പോലെ ആരെങ്കിലും കഴുത്ത് വെട്ടിക്കളഞ്ഞേനെ. അതുകൊണ്ട് സന്യാസം ബ്രിട്ടീഷുകാർ തന്നതാണ് എന്ന് ഗുരു പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഗുരു പാശ്ചാത്യവാദിയായി എന്നൊന്നുമല്ല, മറിച്ച് ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യത്തിന്റെ സൂക്ഷ്മ വിശദാംശങ്ങൾ ഗുരു തിരിച്ചറിയുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ശൈവ പാരമ്പര്യം, സിദ്ധ പാരമ്പര്യം, അദ്വൈതം, ആധുനികത, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, കോളനി ഭരണം, ഇതൊക്കെ കൊണ്ടുവന്ന പ്രഭാവങ്ങളെ ഗുരു സ്വാംശീകരിക്കുന്നുണ്ട്, തൻ്റെതാക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ മാറ്റിക്കൊണ്ട് ജനായത്വപരമായ, നൈതികമായ, സ്നേഹപൂർണമായ, അനുകമ്പാ നിർഭരമായ ഒരു സമൂഹമായി, ആത്യന്തികമായി ഞാൻ ഒറ്റ വാക്കിൽ പറയാം, നീതിയുള്ളൊരു സമൂഹമായി, നീതിനിഷ്ഠമായൊരു സമൂഹമായി കേരളത്തെ മാറ്റുക എന്നുള്ള അതിവിപുലമായ ഒരു ദർശനമായിരുന്നു ഒരുപക്ഷെ ഗുരുവിൻ്റേത്.
അങ്ങനെ ഒരു ദൈവത്തെ ഗുരു സങ്കല്പിച്ചിരുന്നു. അതുകൊണ്ട് ഗുരുവിന്റെ ദൈവത്തെയാണ് പിന്നെ ഉള്ളൂർ എഴുതിയത്. അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന്. നിനക്ക് ദൈവത്തെ കാണാൻ ഒരു വഴിയേ ഉള്ളൂ. അപ്പുറത്തൊരാളുണ്ട്, അവരെ കാണണം. കൊടാനുകോടി മനുഷ്യരുണ്ട്, അവരെ കാണണം. ഞാൻ അടുത്തിടയ്ക്ക് കൽപ്പറ്റാരായണ മാഷ് ഒരു കവിത വായിക്കേണ്ടായി. ദൈവത്തെക്കുറിച്ചുള്ളൊരു കവിതയാണ്. 2 വരിയേ ഉള്ളൂ. വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നിലുള്ള സംശയം തീർത്തു തന്നില്ലേ. വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നിലുള്ള സംശയം തീർത്തു തന്നില്ലേ. നിങ്ങളുടെ ദൈവവിശ്വാസികളായ ഒരുപാട് പേരുണ്ടാവും. ഞാൻ ദൈവവിശ്വാസിയല്ല, എങ്കിലും ഞാൻ പറയുകയാണ്, ഇതാണ് കേട്ടോ ദൈവം. ദൈവം ഉണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. വീണപ്പോൾ താങ്ങിയ അപരിചിതൻ. അപ്പുറം ഒരാൾ വീഴുണ്ട്, അതിനൊരു കൈത്താങ്ങാവാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവിടെ ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതല്ലാതെ ഈ അമ്പലത്തിൽ നടത്തുന്ന പുഷ്പാഞ്ജലിയും ശത്രുസംഹാര പൂജയും കൊണ്ടാണ് ദൈവം നിലനിൽക്കുന്നത് എന്ന് ധരിക്കുന്നത് ദൈവനിന്ദയാണ് എന്ന് പോലും വേണമെങ്കിൽ മനസ്സിലാക്കാം. അതിലൊന്നുമല്ല ദൈവം. ഈ താങ്ങല, ഈ കൈത്താങ്ങ, ആ കൈത്താങ്ങാകണം എന്ന് മലയാളിയോട് ആദ്യം പറഞ്ഞ ആളുടെ പേരാണ് നാരായണ ഗുരു. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. അങ്ങനെ ചരിത്രപരമായ ഒരു കൃപാലുത്വത്തെ, ദയയെ, കാരുണ്യത്തെ, സഹാനുഭൂതിയെ, അനുകമ്പയെ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ നീതിബോധത്തിൻ്റെ, നമ്മുടെ ദൈവബോധത്തിൻ്റെ ഒക്കെ ആധാരമാക്കിക്കൊണ്ട് ആധുനികമായ ഒരു കേരളത്തിൻ്റെ നീതിയെ ഉറപ്പിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു മഹാസന്ദർഭത്തെയാണ് നിശ്ചയമായും നാരായണ ഗുരു എന്ന പേരുകൊണ്ട് നാം ഓർക്കുന്നത്. അത് ഹിന്ദുമതമാണ് എന്നെല്ലാം പറഞ്ഞാൽ വാസ്തവത്തിൽ നാം ഗുരുവിനോട് എത്ര വലിയ നിന്ദയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ നിന്ദ താൻ സഹിക്കാനിരിക്കുന്നു എന്നോർത്തിട്ടായിരിക്കണം ഗുരു ആദ്യമേ പറഞ്ഞത്, ആ തത്വം വ്യതികോപിന, ആരും അറിയുന്നില്ലല്ലോ. ദിവസമായി ഇവിടെ നടന്ന